എല്ലാവർക്കും റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കോട്ടയം പുഷ്പനാഥ് എഴുതിയ മാന്ത്രിക നോവലായ ദേവദൂതിക. ഉണർന്നപ്പോൾ അമ്മായി ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടു. ഉണ്ണികൃഷ്ണൻ ചെവിയോർത്ത് കിടന്നു. എണീക്കാൻ തോന്നിയില്ല. പുറത്ത് തണുപ്പ് മാറിയിട്ടില്ല. ജനലിൽ കൂടി നോക്കിയപ്പോൾ ബ്ലാങ്കറ്റ് വിരിച്ചിരിക്കുന്നത് പോലെ പച്ച തേയിലച്ചെടികളുടെ മുകളിൽ മൂടൽമഞ്ഞ് ഒതുങ്ങിക്കൂടി നിൽക്കുന്നത് കണ്ടു. തലേന്ന് സന്ധ്യ കഴിഞ്ഞാണ് വർഷങ്ങൾക്ക് ശേഷം അവിടെ എത്തിയത്. ഏതാണ്ട് 18 വർഷങ്ങൾക്ക് ശേഷം. അന്ന് ഉണ്ണികൃഷ്ണന്റെ പ്രായം 10 വയസ്സായിരുന്നു. അച്ഛൻ ബോംബെയിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ അമ്മയും ഉണ്ണികൃഷ്ണനും കൂടി അങ്ങോട്ട് പോയി. പിന്നെ പഠിത്തവും അത് കഴിഞ്ഞ് ജോലിയും അവിടെ തന്നെ ആയിരുന്നു. അലച്ചിൽ നിറഞ്ഞ ജോലിയായിരുന്നതുകൊണ്ട് അത് രാജിവെച്ചു. വീട്ടിൽ കഴിയാനുള്ള മുതലുണ്ടായിരുന്നതുകൊണ്ട് ജോലി ഒരു പ്രശ്നമായിരുന്നില്ല. മഹാനഗരത്തിലെ താമസം അടുത്തപ്പോൾ ഒരു സുഖവാസം എന്ന നിലയ്ക്കാണ് അമ്മാവൻ്റെ വക എസ്റ്റേറ്റിലേക്ക് പോയത്. എത്തിയപ്പോൾ അന്തരീക്ഷം ഇരുൾ വീണിരുന്നതുകൊണ്ട് ഒന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ചെറുപ്പത്തിൽ കണ്ട കുന്നും മലയുമൊക്കെ ഇന്ന് മനസ്സിൽ അവ്യക്തമാണ്. ഉണ്ണികൃഷ്ണൻ ആരോഗ്യവാനാണ്. കണ്ടാലും തരക്കേടില്ല. ഉയരവും അതിനനുസരിച്ചുള്ള ആകാരവടിവുമുണ്ട്. ഉയർന്ന പഠിപ്പുമുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ MA ബിരുദം നേടി. പക്ഷേ എല്ലാം ഉണ്ടായിട്ടും ആ പ്രായത്തിനിടയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രം വിട്ടുകളഞ്ഞു: വിവാഹം. എന്തോ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നാണ് ചോദിക്കുന്നവരോടൊക്കെ ഉണ്ണികൃഷ്ണൻ പറയുന്നത്. അമ്മായിയുടെ ശബ്ദം വീണ്ടും ഉയർന്നു കേൾക്കുന്നുണ്ട്. ആരെയോ ശകാരിക്കുകയാണ്. അമ്മാവൻ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണോ അമ്മായി ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുന്നത്? എടി, നിന്നെയാണോ ഇങ്ങോട്ട് പടച്ചുവിടാൻ അവൻ കണ്ടത്? ഇന്ന് 1-ാം തീയതിയാണെന്ന് അറിയില്ലേ? വന്നു കയറിക്കോളും ഓരോ മൂദേവികൾ. ഇനിയിപ്പോൾ ഈ മാസം മുഴുവൻ ഞാൻ എന്തോ ചെയ്യും? അമ്മായി ആരെയോ തേജോവധം ചെയ്യുകയാണെന്ന് ഉണ്ണികൃഷ്ണൻ മനസ്സിലായി. അല്പസമയം കഴിഞ്ഞപ്പോൾ മുറിക്കുള്ളിൽ കാൽപ്പെരുമാറ്റം കേട്ടു. വിമലയാണ്, അമ്മായിയുടെ പുന്നാരമോൾ. കോളേജ് പഠിത്തം അവസാനിപ്പിച്ച് വീട്ടിൽ നിൽക്കുകയാണ്. പ്രായം 20 വരും. ഒരു പണക്കാരി പെണ്ണിൻ്റെ ഭാവവും പ്രൗഢിയുമുണ്ട്. മെലിവില്ലാത്ത മാംസളമായ ശരീരമാണ്. ഒരു സുന്ദരി കുടുക്കയാണ്. അമ്മായിയെ പറിച്ചു വെച്ചതുപോലുണ്ട്. ഇതാ ചൂടുവെള്ളവും കടുങ്കാപ്പിയും. അവൾ കയ്യിലിരുന്ന ജഗ് നീട്ടിക്കൊണ്ട് പറഞ്ഞു. എസ്റ്റേറ്റിലെ വെള്ളം ഐസ് പോലെ തണുത്തുറഞ്ഞതാണ്. വായിലൊഴിച്ചാൽ പല്ലും നാക്കും ഉണ്ടെന്ന് തോന്നുകയില്ല. മരവിച്ചത് തന്നെ. എണീറ്റേ, മണി 8 കഴിഞ്ഞു, വിമല നിർബന്ധിച്ചു. പുറത്തോട്ട് നോക്കിയിട്ട് നേരം വെളുത്ത ലക്ഷണമില്ലല്ലോ. മൂടൽമഞ്ഞ് കാരണമാ. പുതപ്പിന് വെളിയിൽ വന്ന് വിമലയുടെ കയ്യിൽ നിന്നും ചൂടുവെള്ളം നിറച്ച ജഗ് വാങ്ങി മുഖവും വായും കഴുകി. അത് കഴിഞ്ഞ് കടുങ്കാപ്പി മുത്തി കുടിച്ച ശേഷം ഉണ്ണികൃഷ്ണൻ ഒരു സിഗരറ്റ് കത്തിച്ചു. അമ്മായി ആരുടെയോ തല കൊയ്യുന്നത് കേട്ടല്ലോ. ആരാത്? ഒന്നും പറയണ്ട. 1-ാം തീയതി രാവിലെ പാല് കൊണ്ടുവന്നത് 2 കെട്ടിയവന്മാരെ തിന്ന ഒരു പെണ്ണാ. ഓ, അതാണോ കാര്യം? കുളി കഴിഞ്ഞ് വേഷം മാറി കാപ്പിയുടിയും കഴിഞ്ഞപ്പോൾ മണി 9 കഴിഞ്ഞു. ബംഗ്ലാവിൽ നിന്ന് കിഴക്കോട്ട് നോക്കിയപ്പോൾ മൂടൽമഞ്ഞ് മാഞ്ഞിരുന്നു. സൂര്യൻ കിഴക്കമലയുടെ മുകളിലെത്തി പടിഞ്ഞാറോട്ട് നോക്കുന്നു. ഓളങ്ങൾ പോലെ മടക്കുകളായി കിടക്കുന്ന വെട്ടിയൊരുക്കിയ തേയിലത്തലപ്പുകൾ പച്ച പരവതാനി വിരിച്ചതുപോലെ മനോഹരമായിരുന്നു. പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പിന്നിൽ വലിപ്പമേറിയ കുട്ടകൾ തൂക്കിയിട്ട് കൊളുന്തു നുള്ളുന്ന സ്ത്രീകളെ ഉണ്ണികൃഷ്ണൻ കണ്ടു. അകലേക്ക് പോകുന്തോറും തോരണക്കടലാസ് പറന്നു കിടക്കുന്നത് പോലെ വരി വരിയായി കൊളുന്തുകാരികളെ കാണാമായിരുന്നു. നഗരത്തിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ് സഹ്യസാനുക്കളുടെ ഈ മടിത്തട്ട്. വക്രതയും കളങ്കവുമില്ലാത്ത ഒരു പറ്റം മനുഷ്യർ അവിടെ കഴിഞ്ഞുകൂടുന്നു. തൊഴിലാളികളിൽ കൂടുതൽ പേരും തമിഴ്നാട്ടുകാരാണ്. ഉണ്ണികൃഷ്ണന് എസ്റ്റേറ്റൊക്കെ ഒന്ന് കറങ്ങിക്കൂടെ? അമ്മായിയുടെ സ്വരം പിന്നിൽ നിന്ന് കേട്ടു. ജഗദമ്മ അമ്മായി എസ്റ്റേറ്റിൽ തന്നെയാണ് ജനിച്ചു വളർന്നത്. ഏതോ ഒരു സായിപ്പിൻ്റെ സൂപ്രണ്ടായിരുന്നു അവരുടെ അച്ഛൻ. എസ്റ്റേറ്റിലെ ജീവിതം അടുത്തപ്പോൾ സായിപ്പ് ലണ്ടനിലേക്ക് പോയി. പോകുന്ന അവസരത്തിൽ ഒരു വ്യവസ്ഥയുടെ പേരിൽ എസ്റ്റേറ്റ് തൻ്റെ സൂപ്രണ്ടിന് നൽകി. വർഷം തോറും കുറേ പണം അയച്ചു കൊടുക്കുക. അത് വാക്കാൽ മാത്രമുള്ളതായിരുന്നു. സായിപ്പിൻ്റെ മരണത്തോടുകൂടി എസ്റ്റേറ്റ് ജഗദമ്മയുടെ അച്ഛന് സ്വന്തമായി. ഭർത്താവ് രാഘവൻ തമ്പി വന്നുകൂടിയതാണ്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള സ്ഥാനമേ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ജഗദമ്മ അമ്മായിയുടെ ഏക സഹോദരൻ്റെ മകനാണ് ഉണ്ണികൃഷ്ണൻ. തടിച്ച പ്രകൃതിയാണ് അമ്മായിക്കുള്ളത്. നല്ല ഉയരവും അതിനനുസരിച്ചുള്ള ശരീരപുഷ്ടിയും ജഗദമ്മ അമ്മായിക്കുണ്ട്. സാരിയാണ് വേഷം.
കഴുത്തിൽ 10 പവനോളം തൂക്കം വരുന്ന ഒരു മാല കിടപ്പുണ്ട്. ഇടതു കൈയിൽ കൈക്കു ചേർന്ന ഒരു വലിയ കാപ്പും. ആരെയും അനുസരിക്കുന്ന സ്വഭാവം അമ്മായിക്കില്ല. ഭർത്താവ് രാഘവൻ തമ്പി പോലും അവർ പറയുന്നത് കേട്ടേ നടന്നിരുന്നുള്ളൂ. കേട്ടോ ഉണ്ണി, നീ വന്നത് എനിക്ക് അനുഗ്രഹമായി. വിമലയുടെ അച്ഛന് ഇതൊന്നും നോക്കി നടത്താനുള്ള കെൽപ്പില്ല. വയറ് നിറച്ച് വല്ലതും കഴിക്കണം, പിന്നെ ഒരിത്തിരി കുടിക്കണം. പിന്നെ ഒന്നും പറയാറില്ല. സാമർഥ്യമില്ലാത്തവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഉണ്ണികൃഷ്ണൻ അത് കേട്ടു നിന്നതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. അമ്മായിയുടെ സംസാരം ശ്രദ്ധിക്കാതെ ഉണ്ണികൃഷ്ണൻ കിഴക്കോട്ട് നോക്കി നിന്നു. അമ്മാവൻ എന്തിയെ കണ്ടില്ലല്ലോ? ഒന്നും പറയണ്ട, വന്നാ വന്നു എന്ന് പറയാം. ഇന്നലെ കുറേ വൈകിയാണ് വന്നത്. അമ്മായിയുടെ സംസാരം ഉണ്ണികൃഷ്ണന് ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് അമ്മാവനെ താഴ്ത്തി കിട്ടുന്ന സംസാരം അയാൾക്ക് ഒട്ടും തന്നെ പിടിച്ചില്ല. തന്നെയുമല്ല, അതിൽ എന്തോ പന്തികളുള്ളതുപോലെ തോന്നുകയും ചെയ്തു. ഉണ്ണിയേട്ടാ, നമുക്ക് പോകാം. വിമല ജീപ്പിന്റെ സ്വിച്ച് കീ കയ്യിലിട്ട് കറക്കിക്കൊണ്ട് എത്തിക്കഴിഞ്ഞു. ഹാഫ് സ്കേർട്ടും അയഞ്ഞ ബ്ലൗസുമാണ് അവളുടെ വേഷം. അവളുടെ ശരീരത്തിന് ഏത് വേഷവും ചേരും. ഇതാ കീ, വരൂന്നേ, വിമല നിർബന്ധിച്ചു. ഉണ്ണികൃഷ്ണൻ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. വിമല അതിൻ്റെ വലതുവശത്തിരുന്നു. തേയിലച്ചെടിയുടെ ഇടയിലൂടെയുള്ള വഴിത്താരയിലൂടെ ജീപ്പ് കടന്നുപോയപ്പോൾ കൊളുന്തെടുക്കുന്ന പെണ്ണുങ്ങൾ തലയുയർത്തി നോക്കി. കുഞ്ഞിൻ്റെ കൂടെ പുതിയൊരാളുണ്ടല്ലോ, ആരാ അത്? കൊളുന്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ അടുത്തു നിന്നവരോട് പറഞ്ഞു. രണ്ടാളും നല്ല ചേർച്ചയാ. മലയാള സ്ത്രീകളാണ് പറഞ്ഞത്. അതിനപ്പുറത്തു നിന്ന തമിഴ് സ്ത്രീകളും അവരെ കാണുന്നുണ്ടായിരുന്നു. ഒരു വേള അമ്മാവോടെ തിരുമണം നടന്നിരിക്കുമോ എന്തോ, ഒരു തമിഴ്ത്തി പറഞ്ഞു. നമ്മ കൂപ്പിടാതെ തിരുമണമാ? അപ്പടി വരാത് കാമാച്ചി. പണക്കാർക്ക് അപ്പടിയൊന്നുമില്ലടി, കാമാച്ചി പറഞ്ഞു. റോഡ് നാലായി തിരിയുന്ന ഭാഗത്ത് ജീപ്പ് നിർത്തി ഉണ്ണികൃഷ്ണൻ ഇറങ്ങി. തോളിൽ തൂക്കിയിട്ടിരുന്ന ബൈനോക്കുലർ എടുത്ത് കണ്ണിൽ വെച്ച് അയാൾ ആ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചു. ചക്രവാളത്തെ ഒരുമി നിൽക്കുന്ന മലമുകൾ, ആകാശം ചേലഞ്ഞുറിഞ്ഞിട്ടതുപോലെ കിടക്കുന്നു. അത് വെച്ച് നോക്കിയാൽ ഓരോരുത്തരും ജോലി ചെയ്യുന്നത് അടുത്ത് കാണാം. ഒരിടത്ത് നിന്നാൽ മതി, എസ്റ്റേറ്റിൻ്റെ നല്ലൊരു ഭാഗം നിരീക്ഷിക്കാം. അന്തയാൾ സിനിമ പിടിക്കുതടി, ചെറുപ്പക്കാരിയായ സെൽവി എന്ന പെൺകുട്ടി അടുത്തു നിന്നവളോട് പറഞ്ഞു. മുന്നാലെ തെരിഞ്ഞിരുന്നാ നല്ല വേഷം പോട്ട് വരാമായിരുന്നു, സെൽവിയുടെ കൂട്ടുകാരി പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ വീണ്ടും ജീപ്പിൽ കയറി. വണ്ടി അനങ്ങിയപ്പോൾ വിമലയും കൂടെ കയറി. നമുക്ക് ഫാക്ടറിയിലേക്കൊന്ന് പോകാം അല്ലേ? ഉണ്ണികൃഷ്ണൻ വണ്ടി അങ്ങോട്ട് തിരിച്ചു. കൊളുന്തു തൂക്കുന്ന കൊളുന്തുപുരയും കഴിഞ്ഞ് തൊഴിലാളികൾ താമസിക്കുന്ന ലൈൻ കെട്ടിടങ്ങളുടെ അടുത്തുകൂടി ജീപ്പ് കടന്നുപോയപ്പോൾ അവിടെ ഒരു ഭയങ്കര ശബ്ദം കേട്ടു. ഉണ്ണികൃഷ്ണൻ ജീപ്പ് നിർത്തി. എന്താ അവിടെ ഒരു ഒച്ചപ്പാട്? അവൻ വിമലയുടെ നേരെ നോക്കി. അതൊക്കെ ഇവിടെ പതിവാ, രാവിലെ ചാരായം വലിച്ച് കയറ്റുന്നവരുണ്ട്, വിമല പറഞ്ഞു. അതല്ലല്ലോ, ആരെയോ തല്ലിക്കൊല്ലുന്നത് പോലെ തോന്നുന്നു, ഞാനൊന്ന് നോക്കട്ടെ. ഉണ്ണികൃഷ്ണൻ ജീപ്പിൽ നിന്നിറങ്ങി ബഹളം നടക്കുന്നിടത്തേക്ക് ചെന്നു. കുറേ ആളുകൾ കൂടി നിൽപ്പുണ്ട്. അവരുടെ നടുക്കായി മധ്യവയസ്കനായ ഒരു കൊമ്പമീശക്കാരൻ. 19-20 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയെ മുടിക്കുത്തിന് പിടിച്ച് കുനിച്ചു നിർത്തി ഇടിക്കുന്നതാണ് കണ്ടത്. ഉണ്ണികൃഷ്ണൻ അങ്ങോട്ട് ചെന്നു. എന്തിനാ ആ പെണ്ണിനെ അടിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ അവരുടെ ഇടയിലേക്ക് കയറി ചെന്ന് ചോദിച്ചു. അയാളെ കണ്ടപ്പോൾ ഓതി നിർത്തിയതുപോലെ പെട്ടെന്ന് ബഹളം നിർത്തി. ഉണ്ണികൃഷ്ണനെ അവർ ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്കിൽ കൂടി അയാളുടെ വേഷവിധാനവും ആകൃതിയും കണ്ടപ്പോൾ വട്ടം കൂടി നിന്നവർ ബഹുമാനം പ്രകടിപ്പിച്ച് അങ്ങുമെങ്ങും മാറി അവരുടെ വീടുകളിലേക്ക് വലിഞ്ഞ് അപ്രത്യക്ഷരായി. മധ്യവയസ്കനും ആ പെണ്ണും അവശേഷിച്ചു. എന്താണിത്? നിങ്ങൾ മനുഷ്യനോ മൃഗമോ? ഉണ്ണികൃഷ്ണൻ ഒച്ചത്തിൽ ചോദിച്ചു. ഇവളോട് പോകരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു, എന്നിട്ടും ഇവള് പോയി. ഞാനാ ചീത്ത കേട്ടത്, ഈ മൂദേവി കാരണം. നിന്നെ ഇന്ന് ഞാൻ കൊല്ലും. അയാൾ വീണ്ടും ആ പെണ്ണിന്റെ മുടിക്കുത്തിൽ കടന്നു പിടിച്ചു. തൊട്ടുപോകരുത്, അടികൊള്ളൂ. ഉണ്ണികൃഷ്ണൻ ഷർട്ടിന്റെ കൈ തെറുത്ത് കയറ്റി അയാളെ പിടിക്കാൻ ശ്രമിച്ചു. അയാൾ അവളെ വിട്ട് പിന്നോട്ട് മാറി. അല്പം കഴിഞ്ഞ് അയാൾ വീണ്ടും അവളുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇനി തൊട്ടുപോയാൽ എൻ്റെ ഭാവം മാറും. ഇതെല്ലാം കേട്ടുകൊണ്ട് ആ പെണ്ണ് പേടിച്ചരണ്ട ഒരു മാൻപേടയെ പോലെ ഉണ്ണികൃഷ്ണനെ നോക്കി നിന്നു. അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ ഉണ്ണികൃഷ്ണന് സഹതാപം തോന്നി. ധാരാളം മുടിയുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ. ഇരുനിറമാണ്. ബ്ലൗസും പാവാടയും ഹാഫ് സാരിയുമാണ് വേഷം. അവയൊക്കെ മുഷിഞ്ഞതും വില കുറഞ്ഞതുമാണ്. അവളെ ഉപദ്രവിച്ച ആൾ എസ്റ്റേറ്റിലെ ഒരു കൂലിക്കാരനാണെന്നും അയാളുടെ മകളാണ് അവളെന്നും ഉണ്ണികൃഷ്ണൻ തോന്നി. പെണ്ണേ, നീ അകത്തു പോ.
ഉണ്ണികൃഷ്ണൻ അവളോട് പറഞ്ഞു. അവൾ ഭയന്ന് അവളെ ഉപദ്രവിച്ച ആളെ നോക്കി അവിടെ പരിങ്ങി നിന്നു. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഉണ്ണികൃഷ്ണന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് അവൾ അറിയാതെ വീട്ടിനകത്തേക്ക് കയറിപ്പോയി. തൻ്റെ പേരെന്താ? ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. രാമയ്യൻ. തമിഴിനാണേലും മലയാളം അറിയാം അല്ലേ? ആ പെണ്ണ് നിന്റെ മകളാണോ? അതെ. എന്തിനാ അവളെ ഉപദ്രവിച്ചത്? രാവിലെ അവൾ കൊച്ചമ്മയുടെ ബംഗ്ലാവിൽ ചെന്ന് കയറി. എന്തിന്? പാല് കൊണ്ടുപോയതാ. അതുകൊണ്ടെന്താ കുഴപ്പം? ഇന്ന് 1-ാം തീയതി അല്ലേ? അതിന് ഈ പെണ്ണെന്ത് പിഴച്ചു? താലി അർത്ഥതൊക്കെ 1-ാം തീയതി അവിടെ ചെന്ന് കയറിയാൽ ജോലി പോകുന്നത് എൻ്റെയാ. താൻ എന്തോന്നാ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ സാറേ, ഇവൾക്ക് വയസ്സ് 19 കഴിഞ്ഞതേ ഉള്ളൂ. അതിനിടയ്ക്ക് 2 പേർ അവളെ കല്യാണം കഴിച്ചു. 2-നെയും അവൾ ചുട്ടു വായിലിട്ടു. ഉണ്ണികൃഷ്ണന് കാര്യങ്ങളുടെ ഏകദേശ രൂപം കിട്ടി. ആ പെണ്ണ് വിധവയാണ്. അതാണ് 1-ാം തീയതി കയറിയതിനെ ചൊല്ലി പ്രശ്നമുണ്ടായത്. ബംഗ്ലാവിനെക്കുറിച്ച് അയാൾ പറഞ്ഞപ്പോൾ താൻ രാവിലെ കേട്ട കാര്യം ഉണ്ണികൃഷ്ണൻ ഓർത്തു. അമ്മായി വഴക്ക് പറഞ്ഞത് ഇവളെയാണ്. പക്ഷേ ആ പെൺകുട്ടി വിധവയാണെന്നും 2 പേർ അവളെ വിവാഹം കഴിച്ചതാണെന്നും ചിന്തിക്കുവാൻ ഉണ്ണികൃഷ്ണന് വിഷമം തോന്നി. ഏതായാലും അവളെ ഉപദ്രവിക്കുന്നത് കഷ്ടമാണ്. ഇനി അങ്ങനെ ചെയ്യരുത്. ഞാനാണ് പറയുന്നത്. ഇനി ഞാൻ എസ്റ്റേറ്റിൽ കാണും. ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. ഉണ്ണിയേട്ടന് നാണമില്ലേ ഈ അലമ്പിനോടൊക്കെ സംസാരിക്കാൻ? വിമല അങ്ങോട്ട് ഇറങ്ങി വന്നു. അയ്യോ, ബംഗ്ലാവിലെ കുഞ്ഞ്! രാമയ്യൻ ഉച്ചത്തിൽ പറഞ്ഞപ്പോൾ ലയത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം പുറത്തു ചാടി. അവരിൽ പലരും അവരുടെ മുതലാളിയുടെ മകളെ ആദ്യം കാണുകയാണ്. വിമലയുടെ വേഷവും തലമുടിക്കെട്ടും മുഖത്തെ മേക്കപ്പും കണ്ട് ഒരു സിനിമാ നടിയെ നേരിൽ കണ്ട് സായുജ്യമടയുന്നത് പോലെ അവർ നോക്കി നിന്നു. അവരുടെയൊക്കെ കണ്ണുകളിൽ അത്ഭുതം വിടർന്നു. പക്ഷേ വിമല എസ്റ്റേറ്റിലെ തൊഴിലാളി സ്ത്രീകളെ വെറുപ്പോടെയാണ് നോക്കിയത്. മുള്ളിന് മുകളിൽ നിൽക്കുന്നത് പോലെയാണ് അവൾ അവിടെ നിന്നത്. നമുക്ക് പോകാം. എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വിമല ഉണ്ണികൃഷ്ണനെ നിർബന്ധിച്ചു. നീ പൊയ്ക്കോ, ഞാനിതാ വരുന്നു. അമ്മ അറിഞ്ഞ വഴക്ക് പറയും. അത് നിന്നെയല്ലേ? നിന്നോട് ഇങ്ങോട്ട് വരാൻ ആര് പറഞ്ഞു? പരിഭവത്തോടെ ഉണ്ണികൃഷ്ണനെ നോക്കിയ ശേഷം അവൾ നടന്നുപോയി. ഉണ്ണികൃഷ്ണൻ രാമയ്യനെയും വരാന്തയിൽ നിൽക്കുന്ന പെണ്ണിനെയും മാറി മാറി നോക്കിയതിനു ശേഷം രാമയ്യനോട് പറഞ്ഞു. വൈകുന്നേരം ഞാൻ പെരട്ടുകാലത്തിനടുത്ത് കാണും. അവിടെ വരണം. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. രാമയ്യൻ അതിന് മറുപടി പറഞ്ഞില്ല. ഒന്നും മനസ്സിലാവാതെ അത്ഭുതത്തോടെ അയാൾ നിന്നു. എന്തിനാ ആ വൃത്തികെട്ട സ്ഥലത്തൊക്കെ പോയത്? ജീപ്പിനടുത്തേക്ക് തിരിച്ചു വന്നപ്പോൾ വിമല കുറ്റപ്പെടുത്തി. അവിടെ ജീവിക്കുന്നത് മനുഷ്യരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? എന്തോന്ന് മനുഷ്യർ? അവരൊക്കെ വെറും കൂലിക്കാരാ. അതെ, നിനക്ക് കണ്ണ് കണ്ടൂടെ? ബംഗ്ലാവും നിന്നെ പോലുള്ള പെണ്ണുങ്ങളെയുമേ നീ കണ്ടിട്ടുള്ളൂ. സാധുക്കളെക്കുറിച്ച് നിനക്ക് അറിഞ്ഞുകൂടാ. അവർ മഞ്ഞും മഴയും ഏറ്റ് ഇലന്നുള്ളുന്നതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ കഴിയുന്നത്. ജീപ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഉണ്ണിയേട്ടനോട് ഞാൻ ഒന്നും പറയുന്നില്ല. ഉണ്ണിയേട്ടൻ വലിയ തത്വവാദിയല്ലേ? അയാൾ ആ പെണ്ണിനെ ഉപദ്രവിക്കുന്നത് നീ കണ്ടില്ലേ? ഞാൻ ഒച്ച കേട്ടു. ആ പെണ്ണിനെ ആർക്കും കണ്ടുകൂടാ. ഐശ്വര്യം കെട്ട പെണ്ണാ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? 2 പേര് അവളെ കഴുത്തിൽ താലിയെട്ടിയതാ. 2ഉം ചത്തു. ഇനി 3-മത്തതിനെ കൊല്ലാൻ അവൾ നോക്കിയിരിക്കുക. അതൊക്കെ അന്ധവിശ്വാസമല്ലേ? മരണവും പെണ്ണുകെട്ടുമായിട്ട് എന്താ ബന്ധം? ഉണ്ണിയേട്ടന് അതിലൊന്നും വിശ്വാസമില്ലായിട്ടാ. അമ്മയോട് ചോദിച്ചു നോക്ക്, എല്ലാം അറിയാം. അമ്മായിയോടല്ലേ? അതായത് ജഗദമ്മ അമ്മായി, നിന്റെ അമ്മ. ദേ, എൻ്റെ അമ്മയെ കളിയാക്കുകയൊന്നും വേണ്ട. ജീപ്പ് ടീ ഫാക്ടറിയുടെ മുന്നിൽ നിന്നു. വിമലയും ഉണ്ണികൃഷ്ണനും ജീപ്പിൽ നിന്നിറങ്ങി. വാച്ചർ ഓടി വന്ന് അവരെ സ്വീകരിച്ചു. ജീപ്പിന്റെ ശബ്ദം കേട്ട് ടീ മേക്കർ ഭാസ്കരൻ നായർ ഇറങ്ങി വന്നു. വിമലയെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഉണ്ണികൃഷ്ണനെ പരിചയമില്ലായിരുന്നു. എങ്കിലും വിമലയോടൊത്ത് ഉണ്ണികൃഷ്ണനെ കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ എസ്റ്റേറ്റ് മുതലാളിയുടെ അടുത്ത ബന്ധുവാണെന്ന് അദ്ദേഹം ഊഹിച്ചു. അങ്കിൾ, ഉണ്ണിയേട്ടനെ അറിയില്ലേ? വിമല ടീ മേക്കറോട് ചോദിച്ചു. ഇല്ല കുട്ടി, ഞാൻ ആദ്യം കാണുകയാണ്. എന്നാൽ ഞാൻ പറയാം, ഇത് ഉണ്ണിയേട്ടൻ. ശരിക്കു പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ, എൻ്റെ അമ്മാവൻ്റെ മകൻ. ഹലോ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. ടീ മേക്കർ കൈനീട്ടി. 2 പേരും കൈ പിടിച്ച് കുലുക്കി. ഫാക്ടറിയുടെ മുന്നിൽ മനോഹരമായ ഒരു പൂന്തോട്ടമാണ്. പലതരത്തിലുള്ള ഡാലിയ പൂക്കൾ അതിലുണ്ട്. ഇതൊക്കെ നോക്കാൻ പ്രത്യേക ആളുകളുണ്ട് അല്ലേ? ഉണ്ട്. ഇത്രയും മനോഹരമായി പൂക്കൾ വിടർന്നു നിൽക്കുന്ന ഒരു കാഴ്ച പ്രസിദ്ധമായ പാർക്കുകളിൽ പോലും ഉണ്ണികൃഷ്ണൻ കണ്ടിട്ടില്ല. അയാൾ അതെല്ലാം നോക്കി നടന്ന് കണ്ടു. തിരികെ വന്നപ്പോൾ ചായ തയ്യാറാക്കി വെച്ചിരുന്നു. അപ്പോൾ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ എന്ത് ചെയ്യുന്നു? പഠിപ്പൊക്കെ കഴിഞ്ഞു. ഉദ്യോഗത്തിന് പോകണമെന്നില്ല.
അച്ഛന് കുറേ ബിസിനസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ വളരെ ഇഷ്ടമാണ്. വെരി ഗുഡ്. എസ്റ്റേറ്റിലെ ജീവിതം ചിലപ്പോൾ ദുരിതമാണെന്ന് തോന്നും. പക്ഷേ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ മലഞ്ചെരുവുകളും തേയിലച്ചെടികളും പരിശുദ്ധമായ കാറ്റും എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കും. ടീ മേക്കർക്ക് അല്പം കലാവാസനയുള്ളതായി ഉണ്ണികൃഷ്ണൻ തോന്നി. ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഉണ്ണികൃഷ്ണൻ എഴുന്നേറ്റു. ഇനി ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരുമല്ലോ. ഞാൻ പിന്നെ എന്നും ക്ലബിൽ വരും. അവിടെ വെച്ച് കാണാം, ടീ മേക്കർ പറഞ്ഞു. ഗേറ്റിനടുത്ത് വരെ സംസാരിച്ച് ടീ മേക്കറും വന്നു. വീട്ടിലെത്തിയപ്പോൾ വിമലയ്ക്ക് ആദ്യം പറയാനുണ്ടായത് ഉണ്ണികൃഷ്ണൻ ലയത്തിൽ പോയ കാര്യമാണ്. എന്താ ഉണ്ണി അവിടെ വിശേഷം? ഒന്നുമില്ല. അവിടെ ഒരു പെണ്ണിനെ ഒരാൾ ഉപദ്രവിക്കുന്നത് കണ്ട് ഞാൻ ഇറങ്ങിച്ചെന്നു. അമ്മേ, അത് രാമയ്യൻ അവളെ തല്ലിയതാ. ഓഹോ, ആ പിശാച്ചിന്റെ കാര്യമാണോ? ഞാനാ പറഞ്ഞയച്ചത് അവളെ ശരിയാക്കണമെന്ന്. മുട്ട് രണ്ടും തല്ലി ഒടിച്ചിടണമെന്ന് പറഞ്ഞു. എന്താ അയാൾ ചെയ്തില്ലേ? അമ്മായിക്ക് എന്താ അവളോട് ഇത്ര വിരോധം? എനിക്കോ? എനിക്കെന്നല്ല, ഈ എസ്റ്റേറ്റിലുള്ള ആർക്കും അവളെ കണ്ടുകൂടാ. പണി കാണാൻ പോലും കൊള്ളില്ല. അതെന്താ അമ്മായി അങ്ങനെ? എടാ, അവള് വിധവയാ. അങ്ങനെയുള്ളവരെ ഒരു നല്ല കാര്യത്തിനും കൊള്ളില്ല. അങ്ങനെയാണെങ്കിൽ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ വിധവയാകുന്നവരുണ്ടല്ലോ. അത് കേട്ട് ജഗദമ്മ അമ്മായി ഞെട്ടി. ഉണ്ണികൃഷ്ണൻ അങ്ങനെ പറയുമെന്ന് ജഗദമ്മ അമ്മായി ചിന്തിച്ചിരുന്നില്ല. അമ്മായി പണ്ടേ തൻ്റെടിയായിരുന്നു. സൗമ്യനും നിരുപദ്രവകാരിയുമായ ഭർത്താവ് രാഘവൻ തമ്പിയെ അവർ ഒട്ടും വകവെച്ചിരുന്നില്ല. ഭർത്താവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ആ വീട്ടിൽ യാതൊരു സ്ഥാനവുമില്ലായിരുന്നു. സാമാന്യം നല്ല വിദ്യാഭ്യാസമുണ്ടായിരുന്ന അദ്ദേഹം ജഗദമ്മയെ വിവാഹം കഴിച്ച് എസ്റ്റേറ്റിൽ തന്നെ താമസിക്കുകയാണ് ചെയ്തത്. വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ജഗദമ്മയിൽ അനുസരണയില്ലായ്മ അദ്ദേഹം കണ്ടു തുടങ്ങി. അത് അവരുടെ ചെറുപ്പത്തിൻ്റെ ഒരു സ്വഭാവമാണെന്നാണ് തമ്പി ആദ്യം മനസ്സിലാക്കിയത്. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോഴും അവരിൽ അധികാരഭാവം കൂടിക്കൂടി വന്നതേയുള്ളൂ. അതോടൊപ്പം എസ്റ്റേറ്റ് ഉടമകൾ കൂടിയുള്ള ക്ലബ്ബ് മീറ്റിങ്ങുകൾക്കും പാർട്ടികൾക്കും അവർ പോയി തുടങ്ങി. രാഘവൻ തമ്പി തടഞ്ഞിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. എസ്റ്റേറ്റ് ഉടമയെന്ന നിലയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ സംബന്ധിക്കാതെ തരമില്ലെന്ന് അവർ ശഠിച്ചു. പിന്നീട് അവർ കയറൂരി വെട്ടതുപോലെ പെരുമാറാൻ തുടങ്ങി. ക്ലബിൽ പോയി റമ്മി കളിക്കുകയും അല്പാൽപ്പം മദ്യപിക്കുകയും ചെയ്യുക പതിവായി തീർന്നു. രാത്രികാലങ്ങളിൽ വളരെ വൈകി അവർ തനിയെ ജീപ്പ് ഓടിച്ചു വരും. ഒടുവിൽ രാഘവൻ തമ്പി പൊട്ടിത്തെറിച്ചു. ഭാര്യയുടെ അവഗണന സഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ വയ്യെന്നായി. അവസാനം ഒരു നാൾ രാഘവൻ തമ്പി എസ്റ്റേറ്റ് വിട്ടു പോയി. അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ച് ജീവിച്ചിരിപ്പുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ജഗദമ്മ അമ്മായി അദ്ദേഹത്തെ മനസ്സിൽ നിന്നും തൂത്തെറിഞ്ഞ മട്ടിലാണ് ഇന്ന് കഴിയുന്നത്. എങ്കിലും വിമലയെ നോക്കുമ്പോൾ ഭർത്താവിനെ കുറിച്ച് ഓർക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ അവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. ഉണ്ണികൃഷ്ണൻ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന വിധവയെന്ന് പറഞ്ഞപ്പോൾ അവർ ചൂളിപ്പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവരെക്കുറിച്ച് ഒരാൾ അങ്ങനെ പറയുന്നത്, അതും സ്വന്തം സഹോദരൻ്റെ പുത്രൻ. പക്ഷേ ബുദ്ധിമതിയായ ജഗദമ്മ അമ്മായി തന്നെക്കുറിച്ചാണ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞതെന്ന് ഭാവിക്കാതെ മറ്റൊരു വിഷയത്തിലേക്ക് സംഭാഷണം തിരിച്ചുവിട്ടു. ഉണ്ണി ഇരിക്ക്, ഞാൻ ചായ കൊണ്ടുവരാം. അവർ അടുക്കളയിലേക്ക് കയറി. വിമല അവിടെ നിന്നില്ല. അമ്മയെക്കുറിച്ചാണ് ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചതെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അവിടെ നിൽക്കുവാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. അമ്മായി ചായ കൊണ്ടുവന്നു. കേട്ടോ ഉണ്ണി, ഈ എസ്റ്റേറ്റിൽ അവളെപ്പോലൊരു ചീത്ത പെണ്ണില്ല. അമ്മായി തുടക്കമിട്ടു. ആരെക്കുറിച്ചാണ് അമ്മായി പറഞ്ഞു വരുന്നത്? ആ, പൊന്നി എന്ന പെണ്ണിനെ കുറിച്ച്. പൊന്നി? ഓഹോ, അതാണോ അവളുടെ പേര്? അവളുടെ പേര് പൊന്നിയെന്നാണ്, ഉണ്ണികൃഷ്ണൻ മന്ത്രിച്ചു. രാമയ്യൻ്റെ മകളായതുകൊണ്ടാണ് അവളിപ്പം ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും തല്ലിക്കൊന്ന് കുഴിച്ചിട്ടേനെ. അവൾ എന്തു ചെയ്തെന്നാ അമ്മായി പറയുന്നത്? ഉണ്ണി, എന്തൊക്കെയാണെങ്കിലും കൂടെ ഉണ്ടേലും ഇല്ലെങ്കിലും ഭർത്താവ് മരിച്ചെന്ന് പറയുന്നത് ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മോശമാണ്. അപ്പോൾ ഈ എസ്റ്റേറ്റിൽ ഭർത്താവ് മരിച്ചവർ ആരുമില്ലെന്നാണോ അമ്മായി പറയുന്നത്? എന്ന് ചോദിച്ചാൽ 10-60 വയസ്സുള്ള സ്ത്രീകൾക്ക് ഭർത്താവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വരില്ല. അത് ഭർത്താവ് പ്രായമായി മരിച്ചതല്ലേ. എന്നാ ഇതങ്ങനെയല്ലല്ലോ. അവളുടെ 20 വയസ്സിനകത്ത് 2 പേരെയാണ് അവൾ തീർത്തത്. എന്തോ അമ്മായി പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിനക്കറിയാമോ അവളുടെ ആദ്യത്തെ കെട്ടിയവൻ എങ്ങനെയാ ചത്തെന്ന്? അതൊക്കെ ഞാനെങ്ങനെ അറിയാനാ? ഞാനിവിടെ ഉണ്ടായിരുന്നു. എന്നാ ഞാൻ പറയാം. അവളെ ആദ്യം കിട്ടിയത് എസ്റ്റേറ്റിലെ ഒരു കങ്കാണിയായിരുന്നു. ഇവിടുത്തെ ആണോ? അല്ലല്ല, ഇതിനടുത്തുള്ള ഒരു എസ്റ്റേറ്റാ. കെട്ടി 1 മാസം പുറത്തതേ ഉള്ളൂ. അയാളെ കാള കുത്തിക്കൊന്നു. ഇവള് തിരിച്ചു പോരുകയും ചെയ്തു.
കാള കുത്തിക്കൊന്നതിന് ഈ പെണ്ണെന്ത് പഴിച്ചു? ഇവളുടെ ഭാഗ്യദോഷം കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ വരുമോ? പിന്നെ അടുത്തത് അതിലും ഭയങ്കരം. അത് നമ്മുടെ എസ്റ്റേറ്റിലെ ഒരു ജോലിക്കാരനായിരുന്നു. ഒരു ദിവസം നേരം വെളുത്തപ്പോൾ പെരട്ടുകളത്തിനടുത്ത് ആരോ കൊന്നിട്ടിരിക്കുന്നു. അമ്മായി ഈ പറയുന്നതിനൊക്കെ ആ പെണ്ണെന്ത് വിളിച്ചു? അമ്മായി പറയുന്നത് കേട്ടാ അവളെ കെട്ടിയതുകൊണ്ട് അവരൊക്കെ ചത്തതെന്ന് തോന്നുന്നു. താൻ എന്ത് പറഞ്ഞിട്ടും ഉണ്ണികൃഷ്ണൻ മനസ്സിലാകുന്നില്ലെന്നോർത്ത് അമ്മായി വിഷമിച്ചു. തന്നെയുമല്ല, അമ്മായിയുടെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ അവർ പറയുന്നതിനെതിരായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് അവർ പറയുന്നതിനൊക്കെ എതിർചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അവരുടെ ഭർത്താവ് പോലും അവർക്കെതിരായി ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. എന്നാൽ ഉണ്ണികൃഷ്ണൻ പറയുന്നതിനെതിരായി അവർക്ക് പറയാനും തോന്നുന്നില്ല. അവനോട് ദേഷ്യപ്പെടാനും മനസ്സനുവദിക്കുന്നില്ല. എന്തോ ഒരാജ്ഞാശക്തി അവനുണ്ട്. അതിൻ്റെ കാരണവും അവർക്ക് ബോധ്യമായി. അവരുടെ മൂത്ത സഹോദരൻ്റെ മകനാണ് ഉണ്ണികൃഷ്ണൻ. ജ്യേഷ്ഠൻ്റെ തനി പകർപ്പാണ് ഉണ്ണി. ജ്യേഷ്ഠനെ അവർക്ക് ചെറുപ്പത്തിലേ ഭയമായിരുന്നു. സ്വയം പരിശ്രമിയായിരുന്നു ജ്യേഷ്ഠൻ. പഠിച്ച് ഉദ്യോഗം സമ്പാദിച്ച് ധാരാളം സ്വത്തുക്കളുള്ള ഒരു കുടുംബത്തിലെ ഏക അവകാശിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് അവിടെ നിന്ന് പോയി. ജ്യേഷ്ഠനു കൂടി പകുതി അവകാശപ്പെട്ട ആ എസ്റ്റേറ്റിലെ ഒരു തേയിലച്ചെടി പോലും ആ മനുഷ്യൻ കൊണ്ടുപോയില്ല. ഇപ്പോഴും ഒന്നും ആവശ്യപ്പെടാറില്ല. എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ കൊടുത്തേ തീരൂ. ആ എസ്റ്റേറ്റ് ഇപ്പോഴും അച്ഛൻ്റെ പേരിൽ തന്നെയാണ്, ഭാഗം വെച്ചിട്ടില്ല. ഉണ്ണികൃഷ്ണൻ അവകാശം ചോദിച്ചാൽ കൊടുത്തേ പറ്റൂ. പണത്തെയും അധികാരത്തെയും മുറുകെ പിടിച്ചിരുന്ന ജഗദമ്മയ്ക്ക് അടുത്ത കാലത്താണ് ഒരു മോഹമുദിച്ചത്. ഉണ്ണികൃഷ്ണനെ കൊണ്ട് എങ്ങനെയെങ്കിലും വിമലയെ വിവാഹം കഴിപ്പിച്ചാൽ ആകെയുള്ള സ്വത്തിൻ്റെ ഒരു തരി പോലും പുറത്തു പോകില്ല. കൂടാതെ ഉണ്ണികൃഷ്ണന്റെ സ്വത്ത് ഇങ്ങോട്ട് പോരുകയും ചെയ്യും. ആ കാരണത്തിലാണ് ജ്യേഷ്ഠന് എഴുത്തയച്ച് ഉണ്ണികൃഷ്ണനെ വരുത്തിയത്. ഇപ്പോൾ 40 വയസ്സുണ്ടെങ്കിലും ആരോഗ്യവും സൗന്ദര്യവും ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. ജഗദമ്മയ്ക്ക് ഉണ്ണികൃഷ്ണൻ കൂടി തൻ്റെ വരുതിയിലായാൽ പിന്നെ എന്തുമാകാമെന്ന് അവർ ധരിച്ചു. പക്ഷേ വന്നപ്പോൾ മുതൽ അവർ പ്രതീക്ഷിക്കാത്ത ചില ഭാവവ്യത്യാസങ്ങൾ അയാളിൽ കണ്ടു തുടങ്ങി. തൻ്റെ ജ്യേഷ്ഠൻ്റെ സ്വഭാവം, ജ്യേഷ്ഠനെ പോലെ ആരെയും അനുസരിക്കാത്ത സ്വന്തം അഭിപ്രായം പറയുന്ന പ്രകൃതം. കേട്ടോ ഉണ്ണി, പെണ്ണുങ്ങളുടെ ജാതകത്തിൽ ചില ദോഷങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ചിലർക്ക് ഭർത്താക്കന്മാർ വാഴില്ല. അങ്ങനെയുള്ളവരെ കണി കാണുന്നത് പോലും അപകടമാണ്. പ്രത്യേകിച്ച് വിധവ കൂടിയായാൽ പോയ വഴിക്ക് പിന്നെ തിരിച്ചു പോരില്ല. അമ്മായിക്ക് പറയാനുള്ളത് പറയട്ടെ എന്ന് കരുതി ഉണ്ണികൃഷ്ണൻ മിണ്ടാതിരുന്നു. രാമയ്യൻ അച്ഛൻ്റെ കാലം മുതലുള്ള ഒരു കങ്കാണിയാണ്. ആളും ഇത്തിരി മിടുക്കനാ. പക്ഷേ ഈ മകൾ ഇത്തരക്കാരിയായതിനു ശേഷം രാമയ്യൻ്റെ മതിപ്പും പോയി. നമ്മളെക്കാൾ ഈ തമിഴർക്ക് ഇങ്ങനെയുള്ള കാര്യത്തിൽ വലിയ വിശ്വാസമാണ്. എങ്ങനെയുള്ള കാര്യത്തിൽ? അവരൊക്കെ ജാതകത്തിലും ജ്യോത്സ്യത്തിലുമൊക്കെ കൂടുതൽ വിശ്വാസമുള്ളവരാ. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് അവളുടെ കാര്യമല്ലേ. ഇവിടെ ഒരു വിശേഷ കാര്യത്തിനും അവളെ വിളിക്കില്ല. കല്യാണങ്ങൾക്കോ മറ്റു പെൺകുട്ടികളുടെ വിശേഷത്തിനോ ഒന്നും. മനുഷ്യവർഗത്തിലായതുകൊണ്ട് അതിനെ കൊല്ലാതെ വെച്ചോണ്ടിരിക്കുന്നു. രാമയ്യന് വേറെ പിള്ളേരൊന്നുമില്ലേ? ഇല്ല. ഇനി മറ്റൊരു കാര്യം കൂടി കേൾക്കണോ? ആ പെണ്ണിനെ പ്രസവിച്ച് 28 കെട്ടുന്നതിന് മുമ്പ് തള്ള ചത്തു. അതിനുശേഷം രാമയ്യൻ വേറെ കെട്ടിയില്ലേ? ഇല്ല. പിന്നെ എങ്ങനെയാ ഈ പെണ്ണ് വളർന്നത്? അടുത്ത മുറിയിലെ ഒരു സ്ത്രീയാ അവളെ വളർത്തിയത്. പിന്നെ ഞാൻ ഇതൊക്കെ നിന്നോട് പറഞ്ഞത് എന്തിനാണെന്നോ? അവളെ അയാൾ തല്ലുന്നിടത്ത് നീ ചെന്നെന്നോ അയാളെ വഴക്ക് പറഞ്ഞെന്നോ ഒക്കെ ഞാൻ അറിഞ്ഞു. അവളെ തല്ലുകയോ കൊല്ലുകയോ ചെയ്യട്ടെ, നമുക്കെന്താ കാര്യം? അമ്മായി കാരണമല്ലേ അയാൾ അവളെ തല്ലിയത്. ഈ വർക്കത്ത് കേട്ടതൊക്കെ 1-ാം തീയതി വന്നു കയറിയ എന്താ ചെയ്യുക? ആ പോട്ടെ, നമ്മൾ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഉണ്ണികൃഷ്ണൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അയാൾ പോർട്ടിക്കോയിൽ പോയിരുന്നു. സൂര്യൻ തലയ്ക്ക് മുകളിൽ പ്രകാശിക്കുന്നുണ്ടെങ്കിലും ചൂടില്ല. തണുത്ത കാറ്റ് വീശുന്നുണ്ട്. വെള്ള പട്ടുചേല ചുറ്റിയതുപോലെ കുന്നിൻ്റെ ചെരുവുകളിൽ വെൺമേഘങ്ങൾ വലിഞ്ഞു മുറുകുന്നു. തേയിലത്തലപ്പുകൾ നിർമ്മിച്ച പച്ചവെരുപ്പിന് മുകളിൽ കൂടി മേഘങ്ങളുടെ നിഴൽ മേഞ്ഞു നടക്കുന്നു. ഊണ് കഴിഞ്ഞ് ഒന്നുറങ്ങി. വൈകുന്നേരം വിമല വിളിച്ചു. കാപ്പൂടി കഴിഞ്ഞപ്പോൾ പെരട്ടുകളത്തിൽ രാമയ്യൻ വരുമെന്നുള്ള കാര്യം ഓർത്തു. വിമല അമ്മായിയുമായി സംസാരിച്ചിരിക്കുന്ന തക്കം കണ്ട് ഉണ്ണികൃഷ്ണൻ താക്കോലെടുത്ത് വന്ന് ജീപ്പ് സ്റ്റാർട്ടാക്കി ഓടിച്ചുപോയി. ഉണ്ണികൃഷ്ണനെ അകലെ വെച്ച് കണ്ടപ്പോൾ വലിച്ചുകൊണ്ടിരുന്ന വില കുറഞ്ഞ ചുരുട്ട് അവൻ വലിച്ചെറിഞ്ഞു. ജീപ്പ് നിർത്തിയ ശേഷം ഉണ്ണികൃഷ്ണൻ രാമയ്യൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ ആരാണെന്ന് രാമയ്യന് അറിയാമോ? ഇല്ല സർ, ഞാനും ഈ എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥനാണ്. അത് കേട്ടപ്പോൾ രാമയ്യൻ ഒന്ന് പരുങ്ങി. നിങ്ങൾ എന്തിനാ ആ പെൺകുട്ടിയെ തല്ലിയത്? 1-ാം തീയതി പാല് കൊണ്ടുപോയതിന്.
നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നോ ഇന്ന് 1-ാം തീയതിയാണെന്ന്? ഇല്ല സർ. അതിന് ആ പെണ്ണെന്ത് വിളിച്ചു? ഇങ്ങനെ സ്വന്തം മക്കളെ മനുഷ്യൻ തല്ലുമോ? സർ, അവൾ എൻ്റെ മകളല്ല. ഏ? ഉണ്ണികൃഷ്ണൻ അത്ഭുതത്തോടെ ചോദിച്ചു. പൊന്നി, രാമയ്യൻ്റെ മകളല്ലേ? അത്ഭുതത്തോടെ ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. ആമാ സർ, അതൊരു പെരിയ കഥ, രാമയ്യൻ പറഞ്ഞു. രാമയ്യന് മലയാളം അറിഞ്ഞുകൂടെ? അതും അറിയാം സർ. പെട്ടെന്ന് പറയുമ്പോൾ തമിഴ് വരും. സാറിനോട് മലയാളം പറഞ്ഞു കളയാം. പൊന്നി എൻ്റെ മകളല്ല സർ. പൊന്നി നിങ്ങളുടെ മകളല്ലേ? എന്നിട്ടാണോ നിങ്ങൾ അവളെ ക്രൂരമായി തല്ലിയത്? ആ പെണ്ണിനേക്കൊരു ഭാരമാണ് സർ. വരൂ, നമുക്ക് ആ കലുങ്കിൽ പോയിരിക്കാം. പെരട്ടുകളത്തിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ കലുങ്കിനടുത്തേക്ക് നടന്നു. കിഴക്കൻ മലയിൽ നിന്നും ഒരു ചെറിയ അരുവി എസ്റ്റേറ്റിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തുകൂടി ഒഴുകി പടിഞ്ഞാറോട്ട് പോകുന്നുണ്ട്. അത് ജനിച്ച കാലത്ത് തട്ടിക്കൊണ്ടുപോയ മണ്ണും മണൽത്തരികളും പടിഞ്ഞാറ് കൊണ്ടുപോയി ഒരു മലയിടുക്കിൽ കൂടി താഴേക്കെറിഞ്ഞപ്പോൾ വലിയ പാറക്കൂട്ടങ്ങൾ പുഴയുടെ ഇരുവശങ്ങളിലും നടുക്കും തെളിഞ്ഞു കണ്ടു. എസ്റ്റേറ്റിൻ്റെ 2 വശവും തമ്മിൽ യോജിപ്പിക്കാൻ പുഴയുടെ വീതി കുറഞ്ഞ ഭാഗത്ത് കലുങ്കുകൾ നിർമ്മിച്ചിട്ടുണ്ട്. കലുങ്കിൽ നിന്ന് നോക്കിയാൽ തെളിഞ്ഞ വെള്ളവും അതിൽ കൂടി ഊളിയിട്ടു പോകുന്ന ചെറു മത്സ്യങ്ങളെയും കാണാം. പിന്നെ പൊന്നി എങ്ങനെ രാമയ്യൻ്റെ മകളായി? അതൊരു കഥയാണ് സർ. അത് കേൾക്കാനാണ് ഞാൻ വിളിച്ചത്. ഞാൻ പറയാം. സാറ് ആരോടും പറയരുത്. ഈ എസ്റ്റേറ്റിൽ ഒരു കങ്കാണി ഉണ്ടായിരുന്നു, ശങ്കരൻ കങ്കാണി. അയാളുടെ മകളായിരുന്നു ഇവളുടെ അമ്മ. ഞാൻ കല്യാണം കഴിക്കാതെ നടക്കുകയായിരുന്നു. ഒരു നാൾ രാത്രി ശങ്കരൻ കങ്കാണിയും വേറെ 2 കങ്കാണിമാരും കൂടി എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയി. നിറയെ ചാരായമൊക്കെ വാങ്ങിത്തന്നതിന് ശേഷം ശങ്കരൻ കങ്കാണിയുടെ മകളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. കല്യാണം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എസ്റ്റേറ്റിലെ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നവനാണെന്ന് മുതലാളിയോട് പറഞ്ഞ് ഇവിടെ നിന്ന് ഓടിക്കുമെന്ന് പറഞ്ഞു. എന്തിനാണ് അവരെങ്ങനെ പറഞ്ഞതെന്ന് രാമയ്യൻ ചിന്തിച്ചില്ലേ? അതിനുശേഷം അവരെന്നെ മുതലാളിയുടെ അടുത്ത് കൊണ്ടുപോയി. മുതലാളിയുടെ അടുത്തോ അതോ കൊച്ചമ്മയുടെ അടുത്തോ? 2 ആളും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു രാമയ്യൻ പെണ്ണ് കെട്ടി കഴിയണമെന്ന്. പെണ്ണ് കെട്ടിയില്ലെങ്കിൽ പണിക്ക് നിൽക്കണ്ടെന്നും പറഞ്ഞു. അവർ പറയണത് കേട്ടില്ലെങ്കിൽ പുഴയിൽ എൻ്റെ ശവം പൊങ്ങുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചതാ. പെണ്ണും മിടുക്കിയായിരുന്നു. ഇപ്പോൾ രാമയ്യന് എത്ര വയസ്സായി? 60 ആകുന്നു സർ. അപ്പോൾ 10-40 വയസ്സ് വരെ കെട്ടാതെ നിന്നു അല്ലേ? അങ്ങനെ നടന്നു സർ. ഒടുവിൽ കെട്ടിയപ്പോൾ അങ്ങനെയുമായി. രാമയ്യൻ പഴയ ഒരു മുണ്ട് ഷർട്ടും അതിന് മുകളിൽ കീറലുള്ള ഒരു കമ്പിളിക്കോട്ടും ധരിച്ചിരുന്നു. സാധാരണ എസ്റ്റേറ്റ് കങ്കാണിമാരുടെ വേഷം തന്നെയായിരുന്നു അത്. പാറി പറന്നു കിടക്കുന്ന തലമുടിയും കൊമ്പും മീശയും വീതിയുള്ള കൃതാവും രാമയ്യന് ഒരാരാച്ചാരുടെ മുഖം കൊടുത്തിരുന്നു. സംസാരത്തിൽ പാവമായിരുന്നു. എന്നിട്ട് ബാക്കി പറയൂ. ഉണ്ണികൃഷ്ണൻ ഒരു സിഗരറ്റ് കത്തിച്ചു. അത് കണ്ടപ്പോൾ രാമയ്യൻ കോട്ടിൻ്റെ കീശയിൽ നിന്നും വലിച്ചു കിടത്തി വെച്ചിരുന്ന ഒരു ചുരുട്ട് തുണ്ടെടുത്ത് നോക്കിയ ശേഷം വീണ്ടും കീശയിലിട്ടു. വലിച്ചോളൂ രാമയ്യ, ഇതാ തീപ്പെട്ടി, ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ രാമയ്യന് സന്തോഷം തോന്നി. ചുരുട്ട് കത്തിച്ച് വലിച്ചുകൊണ്ട് അയാൾ തുടർന്നു. ജോലി പോകുമെന്ന് കണ്ടപ്പോൾ ഞാൻ അവളെ കെട്ടി. പിന്നെയാണ് അറിഞ്ഞത് അവളെ എൻ്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നെന്ന്. അവൾക്ക് ഗർഭമുണ്ടായിരുന്നു. ഓഹോ, അങ്ങനെയായിരുന്നോ? അതെ സർ, അവരെന്നെ കബളിപ്പിക്കുകയായിരുന്നു. കാര്യമൊന്നുമില്ലെങ്കിലും ഉണ്ണികൃഷ്ണന് ആ കഥ കേൾക്കുവാൻ ജിജ്ഞാസയുണ്ടായി. താൻ യാദൃശ്ചികമായിട്ടാണെങ്കിലും എസ്റ്റേറ്റിലെ ഒരു പെണ്ണിനെക്കുറിച്ച് ആദ്യമായി കേട്ടപ്പോൾ തന്നെ ആ പെണ്ണിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ടെന്നറിഞ്ഞപ്പോൾ അയാൾക്ക് അത്ഭുതം തോന്നിപ്പോയി. ഞാൻ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ കൊച്ചമ്മയും മറ്റും പറഞ്ഞത് എന്താണെന്നോ? ഒക്കെ അറിഞ്ഞുകൊണ്ടാ നിന്നെക്കൊണ്ട് അവളെ കെട്ടിച്ചതെന്ന്. എന്ത്? അമ്മായി അങ്ങനെ പറഞ്ഞു? കൊച്ചമ്മ പറഞ്ഞു അവൾക്ക് ഗർഭമുണ്ടായതിൻ്റെ കാരണവും ഞാനാണെന്ന്. അത് അറിഞ്ഞുകൊണ്ടാ എന്നെക്കൊണ്ട് അവളെ കെട്ടിച്ചതെന്നും കൊച്ചമ്മ പറഞ്ഞു. ആരാണ് അവരെ പിഴപ്പിച്ചതെന്ന് ആ സ്ത്രീ രാമയ്യനോട് പറഞ്ഞില്ലേ? ഒരുപാട് തല്ലി നോക്കിയെങ്കിലും പറഞ്ഞില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രസവിച്ചു. പിന്നെ അധികം നാൾ ജീവിച്ചിരുന്നില്ല. ഒരു ദിവസം പുഴയിൽ ചത്തു കിടന്നു. രാമയ്യൻ പിന്നെ പെണ്ണ് കെട്ടിയില്ല അല്ലേ? ഇല്ല, കെട്ടിയാലും ഇതല്ലേ ഫലം. ഒടുവിൽ ഇവളെ അങ്ങ് വളർത്തി. അവസാനം അവളെ കെട്ടിക്കാൻ കൊച്ചമ്മ സഹായിച്ചു. ഇപ്പോൾ 2 ആണുങ്ങളും മരിച്ച് ദാ വീട്ടിൽ നിൽക്കുന്നു. രാമയ്യൻ പൊന്നിയെ ക്രൂരമായി ഉപദ്രവിച്ചതിൻ്റെ കാരണം അതുകൊണ്ടാണെന്ന് ഉണ്ണികൃഷ്ണന് മനസ്സിലായി. ഒരു പിതാവ് ഒരിക്കലും അത്തരത്തിൽ ചെയ്യുകയില്ലെന്ന് അയാൾ ഊഹിച്ചതാണ്. ഇപ്പോൾ അതെത്രയോ ശരിയായിരുന്നു. പൊന്നി രാമയ്യൻ്റെ മകളല്ല. ഏതായാലും നടന്നു ഉണ്ണികൃഷ്ണൻ പറഞ്ഞു.
ഇനിയിപ്പോൾ അവളെ കെട്ടാൻ ആരും തയ്യാറല്ല. അവളെ കെട്ടുന്നവൻ ചാകുമെന്നാ പറയുന്നത്. രണ്ടുപേര് ചത്തില്ലേ? ഇത്രയ്ക്കും അറിഞ്ഞ സ്ഥിതിക്ക് രാമയ്യനോട് ഞാൻ ഒരു കാര്യം പറയാം. ഇനി ആ പെണ്ണിനെ തള്ളരുത്. അവൾക്ക് എസ്റ്റേറ്റിൽ പണിയുണ്ടോ? ഇല്ല സർ, ഇതുവരെ വേലയ്ക്ക് വിട്ടിട്ടില്ല. എങ്കിലും അവളെ നാളെ മുതൽ വേലയ്ക്ക് വിടണം. അവളുടെ വേലക്കൂലി കൊണ്ട് കഴിയട്ടെ. അപ്പോൾ രാമയ്യൻ അവളെ തല്ലാൻ തോന്നില്ല. കൊച്ചമ്മ സമ്മതിക്കുമെന്ന് അറിയില്ല. ഇത് ഞാനാ പറയുന്നത്. സംശയത്തോടെ രാമയ്യൻ പരുങ്ങി. രാമയ്യൻ വിഷമിക്കേണ്ട. കൊച്ചമ്മയ്ക്കും എനിക്കും എസ്റ്റേറ്റിലെ അധികാരം ഒരുപോലെ. ഇത് ഞാനാ പറയുന്നത്. നാളെ ഞാൻ കൊളുന്തുപുരയിൽ കാണും. കൊളുന്തു കൊണ്ടുവരുമ്പോൾ പൊന്നിയും കാണണം. രാമയ്യൻ പോയിക്കോളൂ. രാമയ്യൻ പിന്നീട് ഒന്നും പറയാതെ അവിടെ നിന്ന് പോയി. പോകുന്ന വഴിക്ക് അയാൾ എസ്റ്റേറ്റ് വക ചായക്കടയിൽ കയറി. ചായയോടൊപ്പം ചാരായവും അവിടെ വിൽക്കുന്നുണ്ട്. എന്താ രാമയ്യ, ഇന്ന് കോളടിച്ചല്ലോ? പുതിയ സാറും രാമയ്യനുമായി അടുത്തെന്ന് തോന്നുന്നു. ചാരായം കുടിച്ചുകൊണ്ടിരുന്ന കടുവാക്കുട്ടൻ ചോദിച്ചു. കടുവാക്കുട്ടൻ എസ്റ്റേറ്റിലെ ഒരു കൂലിക്കാരനാണ്. 1-2 കൊലക്കേസുകളിൽ പ്രതിയായ അവനെ മറ്റുള്ളവർക്ക് പേടിയാണ്. പെണ്ണുങ്ങൾ അവനെ കണ്ടാൽ ഓടി മാറിക്കളയും. എസ്റ്റേറ്റിലെ വഴിപ്പെടുന്ന പെണ്ണുങ്ങളെയെല്ലാം അവൻ വശത്താക്കിയിട്ടുണ്ട്. പൊന്നി അവൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നു. അവളെ വശപ്പെടുത്താൻ വേണ്ടി രാമയ്യന് അവൻ പലതവണ ചാരായം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. 1-2 തവണ അയാളുടെ വീട്ടിൽ പോവുകയും ചെയ്തു. അപ്പോഴെല്ലാം പൊന്നി വീടിൻ്റെ പിന്നിൽ കൂടി അടുത്ത വീട്ടിൽ താമസിക്കുന്ന കണ്ണമ്മാളിൻ്റെ അടുത്ത് പോയിരിക്കും. അല്പം വായാടിയായ കണ്ണമ്മാളിനെ രാമയ്യനും പേടിയാണ്. പിന്നെ സാറ് എന്തു പറഞ്ഞു? സാറൊന്നും പറഞ്ഞില്ല. ആ സാറ് ഏതാ? മറ്റൊരാൾ ചോദിച്ചു. കൊച്ചമ്മയ്ക്കും സാറിനും ഒരുപോലെ എസ്റ്റേറ്റിൽ പങ്ക്, രാമയ്യൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രാമയ്യൻ കോളടിച്ചല്ലോ, കടുവാക്കുട്ടൻ പറഞ്ഞു. അതെന്താടോ കുട്ടാ നീ അങ്ങനെ പറഞ്ഞത്? ചായക്കടക്കാരൻ ചോദിച്ചു. പണം വിളയുന്നൊരു സാധനമല്ലേ രാമയ്യൻ്റെ കയ്യിലിരിക്കുന്നത്. എങ്ങനെ ചത്താലും 2 പേരുടെ കാശ് മുഴുവനും രാമയ്യന് കിട്ടിയില്ലേ? ആ പെണ്ണുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ സാറിനെ കൂടി കിട്ടിയാൽ പണിയേറ്റു. അതിന് രാമയ്യൻ മറുപടി പറഞ്ഞില്ല. കടുവാക്കുട്ടൻ പറഞ്ഞത് അംഗീകരിച്ച മട്ടിലായിരുന്നു രാമയ്യൻ്റെ ഇരിപ്പ്. മുന്നിൽ കൊണ്ടുവച്ച ചാരായം ഒറ്റ വലിക്ക് അകത്താക്കിയ ശേഷം വീണ്ടും അയാൾ ആവശ്യപ്പെട്ടു. ഇതൊക്കെയാണേലും ആ പെണ്ണിനെ തല്ലിയും കൊന്നും വളർത്തുന്നതുകൊണ്ട് പെണ്ണ് പേടിച്ചു നിന്നോളും. കാശ് രാമയ്യന് കിട്ടും. ഒക്കെയാണെങ്കിലും അവളുടെ തള്ളയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ രാമയ്യൻ ഈ എസ്റ്റേറ്റ് വാങ്ങിയേനെ. കടുവാക്കുട്ടൻ ഒരു ഡോസ് കൂടി വെച്ചു. അത് കേട്ടിട്ടും രാമയ്യൻ മിണ്ടിയില്ല. അന്ന് പതിവിൽ കൂടുതൽ കുടിച്ച ശേഷം രാമയ്യൻ വീട്ടിലേക്ക് നടന്നു. പോകുന്ന വഴിക്ക് അയാൾ പലതും ചിന്തിച്ചു. സാഹചര്യം കൊണ്ട് മറന്ന ഒരു കാര്യം മദ്യത്തിൻ്റെ ലഹരിയിൽ അയാൾ കണ്ടെത്തി. പൊന്നി അയാളുടെ മകളല്ല. കുറേ നാളായി ആ രഹസ്യം അയാൾ മറന്നു കിടക്കുകയായിരുന്നു. ഒരു പുതിയ തീരുമാനത്തോടെയാണ് അയാൾ പുരയിലേക്ക് നടന്നത്. പുരയിലെത്തിയപ്പോൾ അവിടെ യാതൊരു അനക്കവുമില്ല. വിളക്ക് പോലും കത്തിച്ചിട്ടില്ല. ആരുമില്ലേ ഇവിടെ? ഒരു തീപ്പെട്ടിക്കുള്ളി ഉരച്ച് പുരയ്ക്കകത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അയാൾ ചോദിച്ചു. കത്തി ആ കൊള്ളി തറയിൽ വീണിട്ടും കെടാതെ കുറേ സമയം നിന്ന ശേഷം അതിൻ്റെ ജ്വാല മുകളിലേക്ക് ഉയർന്ന് പെട്ടെന്ന് കെട്ടു. രാമയ്യൻ മുറിക്കകത്തേക്ക് കയറി ചെന്നു. ഒന്നുകൂടി തീപ്പെട്ടി ഉരച്ചു. പൊന്നി കട്ടിലിൽ കിടക്കുന്നുണ്ട്. എന്താടി, വിളക്ക് കത്തിക്കാറായില്ലേ? അലറിക്കൊണ്ട് അയാൾ അവളുടെ മുടിക്ക് പിടിച്ച് വലിച്ചു പൂക്കി. വേദന സഹിക്കവയ്യാതെ അവൾ സർവ്വശക്തിയുമെടുത്ത് അയാളെ പിടിച്ചു തള്ളി. അപ്രതീക്ഷിതമായ ആ പ്രവൃത്തിയിൽ രാമയ്യൻ പുറകോട്ട് മറിഞ്ഞ് കട്ടിലിൽ തലയടിച്ച് വീണു. അക്കൂട്ടത്തിൽ അവളും വീണുപോയി. പക്ഷേ തലയ്ക്കടിയേറ്റ് ബോധരഹിതനായ രാമയ്യൻ്റെ പിടി അയഞ്ഞുപോയി. അവൾ അവിടെ നിന്നിറങ്ങി അടുത്ത പുരയിലേക്ക് ഓടി. അടുത്ത പുരയിൽ താമസിക്കുന്ന കണ്ണമ്മാളുടെ മുറിയിൽ അവൾ അഭയം തേടി. കണ്ണമ്മാൾ വിധവയാണ്. പ്രായം 60-നോടടുത്തുണ്ട്. ഒരു മകളുണ്ടായിരുന്നതിനെ അടുത്ത എസ്റ്റേറ്റിലാണ് കല്യാണം കഴിപ്പിച്ച് അയച്ചിരിക്കുന്നത്. അവളും ഭർത്താവും അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നു. വല്ലപ്പോഴും വന്നെങ്കിലായി. കണ്ണമ്മാളിന് പുനിയെ വലിയ കാര്യമാണ്. സ്വന്തം മകളെ പോലെയാണ് അവർ പുനിയെ കരുതുന്നത്. അമ്മയില്ലാത്ത പുനിക്ക് ഒരു അമ്മയാണ്. അന്ത പാപി വന്താനാ? കണ്ണമ്മാൾ തമിഴിൽ ചോദിച്ചു. ആമാ പാട്ടി. ഒന്ന് അടിച്ചാനാ? മുടിയെ പിടിച്ചെടുത്താൻ. இப்போ என்ன செய்யறது? அங்கேயே படுத்து கிடக்கிறது. அங்கே കിടക്കട്ടെ, നീ ഇങ്ങ പടുത്തുക്കോ, കണ്ണമ്മാൾ പൊന്നിയോട് പറഞ്ഞു. അവൾ തറയിൽ കട്ടിൽക്കാലിൽ ചാരിയിരുന്നു. നീ ഏതാവത് സാപ്പിട്ടാച്ചാ? ഇല്ലേ പാട്ടി, കഞ്ചി താറേ. കണ്ണമ്മാൾ പൊന്നിക്ക് കഞ്ഞി വിളമ്പിക്കൊടുത്തു. അന്ന് അവൾ ഒന്നും കഴിച്ചിരുന്നില്ല. രാവിലെ മുതൽ പട്ടിണിയായിരുന്നു. കട്ടിലിൽ നിന്ന് അവൾ എണീറ്റിട്ടേ ഇല്ലായിരുന്നു. ആർത്തിയോടെ കഞ്ഞി വാരി കുടിച്ച ശേഷം കണ്ണമ്മാൾ വിരിച്ചു കൊടുത്ത പായയിൽ അവൾ കിടന്നു. ഉറക്കം അവളെ അനുഗ്രഹിച്ചില്ല. ചെറുപ്പം മുതലുള്ള ഓരോ അനുഭവങ്ങളും അവളുടെ മനസ്സിൽ കടന്നു വന്നു.
അക്കൂട്ടത്തിൽ എസ്റ്റേറ്റ് സ്കൂളിലെ പഠിത്തവും 7ാം ക്ലാസ്സോടെ പഠിപ്പ് അവസാനിപ്പിച്ചതും പിന്നീട് വീട്ടിൽ കുറേ നാൾ കഴിഞ്ഞുകൂടിയ വിവരങ്ങളും അവൾ ഓർത്തു. മലയാളികൾ കൂടുതലുണ്ടായിരുന്ന ആ എസ്റ്റേറ്റിലെ സ്കൂളിൽ മലയാളത്തിലായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തമിഴരും മലയാളമാണ് പഠിച്ചത്. പൊന്നിക്ക് മലയാളം എഴുതാനും സംസാരിക്കാനും നന്നായി അറിയാം. അവൾ തമിഴിലും സംസാരിക്കും. തമിഴ് ചുവയില്ലാതെ മലയാളവും സംസാരിക്കും. രാമയ്യൻ അവളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുകയാണ് ചെയ്തത്. അയാൾക്ക് ആവശ്യം മദ്യമായിരുന്നു. കാടന്മാരായ 2 തമിഴരാണ് അവളെ 2 പ്രാവശ്യവും വിവാഹം കഴിച്ചത്. അവളെ സംബന്ധിച്ചിടത്തോളം അവർ 2 പേരും മരിച്ചത് അവളുടെ ഭാഗ്യമായിരുന്നു. പുകയിലക്കറയുടെയും മദ്യത്തിൻ്റെയും ദുർഗന്ധവും വിയർപ്പിൻ്റെ അസഹ്യമായ നാറ്റവുമുള്ള ആ 2 ഭർത്താക്കന്മാരും അവളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവൾക്ക് ഭയത്തോടെയാണ് ഓർക്കാൻ കഴിയുന്നത്. അവരിൽ ഒരാൾ അവളെ ഒരു വിൽപ്പനച്ചരക്കാക്കി മാറ്റാൻ ശ്രമിക്കുകകൂടി ചെയ്തതാണ്. അതിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തിയത് കണ്ണമ്മാളാണ്. എന്നെ പൊന്നി തൂക്കം വരില്ലയാ? കണ്ണമ്മാൾ ചോദിച്ചു. ഇല്ലി പാട്ടി, അന്ത പാപിയെ പോക ചൊല്ലും, നീ പടുത്ത് തൂങ്ക്. പൊന്നി കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്നു. പിറ്റേന്ന് രാവിലെ വളരെ വൈകിയാണ് പൊന്നി ഉണർന്നത്. അതും കണ്ണമ്മാൾ വിളിച്ചപ്പോൾ. മണി 10 കഴിഞ്ഞിരുന്നു. വേലയ്ക്ക് പോയ കണ്ണമ്മാൾ അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്. രാമയ്യൻ മരിച്ചുവെന്ന വിവരമാണ് അവർ അവിടെ വെച്ച് അറിഞ്ഞത്. രാമയ്യന്റെ പുരയ്ക്ക് മുന്നിൽ തൊഴിലാളികൾ കൂടി നിന്നിരുന്നു. 1-2 കങ്കാണിമാർ അകത്തേക്ക് കയറി ചെന്നു. രാമയ്യൻ കട്ടിലിനടുത്ത് താഴെ മലർന്നു കിടക്കുന്നു. കണ്ണുകൾ തുറച്ചിരിക്കുന്നു. കുലുക്കി വിളിച്ചിട്ട് യാതൊരു അനക്കവുമില്ലായിരുന്നു. ഒടുവിൽ അയാൾ മരിച്ചെന്ന് എല്ലാവർക്കും മനസ്സിലായി. രാമയ്യൻ മരിച്ചെന്ന് അറിഞ്ഞപ്പോൾ പൊന്നിയൊന്ന് ഞെട്ടി. തലേന്ന് രാത്രി അവളെ ആക്രമിക്കാൻ ഒരുമ്പെട്ടപ്പോൾ അയാളെ പിടിച്ചു തള്ളിയ കാര്യം അവൾ ഓർത്തു. പക്ഷേ പൊന്നി ഒഴികെ മറ്റാർക്കും അതേക്കുറിച്ച് ഒന്നും മനസ്സിലായില്ല. എന്നും മൂക്കറ്റം കുടിക്കാറുള്ള രാമയ്യൻ അന്ന് കുടി കൂടിപ്പോയി മരിച്ചുവെന്ന് എല്ലാവരും കരുതി. ജഗദമ്മായി വിവരം അറിഞ്ഞു. അവർ ഉണ്ണികൃഷ്ണനെ വിളിച്ചു. കേട്ടോ ഉണ്ണി, രാമയ്യൻ ചത്തത് നീ അറിഞ്ഞില്ലേ? അവർ ചോദിച്ചു. പറയുന്നത് കേട്ടു. ആ പെണ്ണ് കൊന്നതായിരിക്കും, അമ്മായി പെട്ടെന്ന് പറഞ്ഞു. കൊല്ലുമ്പോ അമ്മായി കൂടെ ഉണ്ടായിരുന്നോ? നീ എന്താ ഈ പറയുന്നത്? കളിതമാശ പറയുകയാണോ? അല്ല, ഇത്ര പെട്ടെന്ന് കൊലയാളിയെ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ അമ്മായിയെ വല്ല ക്രൈം ബ്രാഞ്ചിലും എടുക്കേണ്ടതായിരുന്നു. നീ എന്താ കളിയാക്കുകയാണോ? അമ്മ എന്തിനാ ഉണ്ണിയേട്ടനുമായി വഴക്കുണ്ടാക്കുന്നത്? എങ്കിലൊരു കാര്യം ചെയ്യണം, പോലീസിലേക്ക് ഫോൺ ചെയ്യണം. പോലീസ് അവളെ വിളിച്ചുകൊണ്ട് പോയി ക്രോസ് ചെയ്യട്ടെ. ഓഹോ, നീയും പോലീസിൽ ചേരാൻ പോവുകയാണോ? എനിക്ക് അപ്പോഴേ ആ പെണ്ണിനെ സംശയമുണ്ട്. കേട്ടോ ഉണ്ണി, അവൾ 2 ഭർത്താക്കന്മാരെ കൊന്നതാ. ഇപ്പൊ തന്തേനെയും കൊന്നു. ആഹാ, തന്തയും കൊന്നു? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? രാമയ്യൻ അവളുടെ അച്ഛനല്ലേ? ആർക്കറിയാം. ഒരു കാര്യം എനിക്ക് തീർച്ചയാണ്, സ്വന്തം തന്തമാര് ചെയ്യാത്ത പ്രവൃത്തിയാ അയാൾ അവളോട് ചെയ്തത്. ചാരായം കുടിക്കാൻ വേണ്ടിയാ അയാൾ അവളെ ഓരോരുത്തർക്കും കെട്ടിച്ചു കൊടുത്തത്. ഇതൊക്കെ നമ്മൾ എന്തിനാ അന്വേഷിക്കുന്നത്? പോലീസ് വന്ന് മഹസർ തയ്യാറാക്കിയിട്ട് ശവം അടക്കിയാൽ മതി. അമ്മായിക്ക് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അതെ. കാരണം അയാളെ ആരെങ്കിലും തല്ലിക്കൊന്നതാണെന്ന് പരാതി ഉണ്ടായാൽ ഞാൻ വരെ പ്രതിയായെന്ന് വരും. അതുകൊണ്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ വയ്യ. ജഗദമ്മായി ടെലിഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കറക്കി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പോലീസ് ജീപ്പ് എസ്റ്റേറ്റിലെത്തി. എസ്റ്റേറ്റിൽ പോലീസ് എത്തിയ വിവരം അവിടെയെല്ലാം പരന്നതോടെ കടുവാക്കുട്ടൻ ഉൾപ്പെടെ തലേരാത്രി ചാരായക്കടയിലുണ്ടായിരുന്ന എല്ലാവരും മുങ്ങിക്കളഞ്ഞു. പോലീസ് എത്തിയ ഉടനെ ജഗദമ്മായി ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് അവർ തന്നെ ഡ്രൈവ് ചെയ്ത് ലയത്തിലേക്ക് പോയി. ഉണ്ണികൃഷ്ണനെ അവർ വിളിച്ചതേയില്ല. ലയത്തിന് മുകളിൽ 2 ജീപ്പുകൾ നിന്നു. ആരെയെങ്കിലും സംശയമുണ്ടോ? സബ് ഇൻസ്പെക്ടർ ചോദിച്ചു. അതുകൊണ്ടല്ലേ ഞാൻ വിളിപ്പിച്ചത്, ജഗദമ്മ പറഞ്ഞു. എന്താ സംശയമുണ്ടോ? മകളും തന്തയും തമ്മിൽ അത്ര സുഖത്തിലല്ല. അവൾ ഇത്തിരി പോന്നോളാ. അത് കേട്ടപ്പോൾ ഇൻസ്പെക്ടറുടെ മുഖമൊന്ന് തെളിഞ്ഞു. ഒരു വലിയ കേസ് കിട്ടിയ ഭാവം അയാൾക്കുണ്ടായി. എന്താ അവളെ വല്ലവരും? ഇൻസ്പെക്ടർ ജഗദമ്മയെ നോക്കി. അങ്ങനെയൊന്നുമില്ല. 2 കെട്ടിയവന്മാരുടെ കൂടെ പുറത്തതാ അവള്. 2 പേരും ചത്തു. ഓ, ഇപ്പൊ മനസ്സിലായി. അവളുടെ തോന്നിയാസത്തിന് അയാൾ വഴങ്ങിയിട്ടില്ലായിരിക്കും അല്ലേ? സത്യം അത് തന്നെയാ. അവളല്ലാതെ ആര് കൊല്ലാനാ? അവളുടെ പേരെന്താ? പൊന്നി. ഇൻസ്പെക്ടർ ലയത്തിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി. മാറട എല്ലാവരും. എസ് ഐയുടെ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും പേടിച്ച് മാറിക്കളഞ്ഞു. എന്തോ പറയാൻ ഭാവിച്ച ശേഷം എസ് ഐ ജഗദമ്മയെ നോക്കി. അത് കഴിഞ്ഞ് ഉച്ചത്തിൽ പൊന്നിയെ വിളിച്ചു. പോലീസ് ഇൻസ്പെക്ടറുടെ ആജ്ഞാസ്വരത്തിലുള്ള വിളി കേട്ട് ഞെട്ടിവിറച്ചുകൊണ്ട് കണ്ണമ്മാളുടെ പുരയിൽ നിന്നും അവൾ ഉറക്കച്ചടവുള്ള കണ്ണുകളോടെ അഴിഞ്ഞുലഞ്ഞ തളിമുടിയുമായി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു.
തന്തയെ കൊന്നിട്ട് അടുത്ത വീട്ടിൽ പോയി കിടക്കുക അല്ലേ? ഇങ്ങോട്ട് മാറി നില്ലടി, ബാറ്റൺ ചൂണ്ടിക്കൊണ്ട് ഇൻസ്പെക്ടർ പറഞ്ഞു. അവൾ ഭയന്ന് ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് മാറി നിന്നു. നേരെ നില്ലടി, ഇവിടെ വെച്ച് നിന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല. നിന്റെ നടുവ് ഞാൻ നിവർത്തി തരാം. ജീപ്പിലോട്ട് കയറടി. ഈ സമയം ജഗദമ്മ അമ്മായി ഇൻസ്പെക്ടറുടെ കാതിൽ എന്തോ മന്ത്രിച്ചു. എവിടെടി നിന്റെ കണ്ണമ്മാൾ? ഇൻസ്പെക്ടർ പൊന്നിയോട് ചോദിച്ചു. പൊന്നി മാനസികമായി ആകെ തളർന്നിരുന്നു. അവൾക്ക് സുബോധം പോലും നശിച്ച മട്ടായിരുന്നു. ആരെങ്കിലും പിടിച്ചില്ലെങ്കിൽ വീഴും എന്ന മട്ടിലാണ് അവൾ നിന്നത്. തന്നെയുമല്ല, അവിടെ നടക്കുന്നതെല്ലാം ഒരു സ്വപ്നം പോലെയാണ് അവൾക്ക് തോന്നിയതും. ആരാടി ഈ കണ്ണമ്മാൾ? വിളിക്കവളെ, ഇൻസ്പെക്ടർ അവിടെ നിന്നവരെ നോക്കി പറഞ്ഞു. എല്ലാവരും ഭയന്ന് വിറച്ച് നിൽക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ആരൊക്കെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് മർദ്ദനം സഹിക്കേണ്ടി വരുമെന്നായിരുന്നു ഓരോരുത്തരുടെയും ചിന്ത. ഇങ്ങോട്ട് വാടാ, അടുത്തു നിന്ന് ഒരാളെ ഇൻസ്പെക്ടർ വിളിച്ചു. അയാൾ അടുത്തേക്ക് വന്നു. എന്താ പേര്? ഭാസ്കരൻ. നീയാണോ രാമയ്യനെ കൊന്നത്? സർ, ഞാൻ രാമയ്യനെ കണ്ടിട്ട് 2 ദിവസമായി. എടാ, എല്ലാവന്മാരും അതേ പറയൂ. കണ്ണമ്മ എവിടെ? അവളെ ഇങ്ങോട്ട് വിളിക്ക്, ഇൻസ്പെക്ടർ ഭാസ്കരനോട് പറഞ്ഞു. തന്റെ കാര്യം ഉപേക്ഷിച്ച് കണ്ണമ്മാളെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഭാസ്കരന് സമാധാനമായി. അവൻ കണ്ണമ്മാളുടെ വീടിന്റെ വാതിൽക്കൽ ചെന്ന് അവരെ വിളിച്ചു. ഇൻസ്പെക്ടർ പറയുന്നതെല്ലാം കണ്ണമ്മാൾ കേൾക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീ ഭയന്ന് വിറച്ചുകൊണ്ട് ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. പൊന്നിയെ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ ഒരു സ്ത്രീയുടെ അഭാവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജഗദമ്മ കണ്ണമ്മാളുടെ കാര്യം ഇൻസ്പെക്ടറോട് പറഞ്ഞത്. ഇൻസ്പെക്ടർ 2 പേരെയും ജീപ്പിൽ കയറ്റി അവിടെ നിന്ന് പോവുകയും ചെയ്തു. പൊന്നി ഒരു ദിവാസ്വപ്നത്തിൽ എന്ന പോലെ ജീപ്പിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. ജീപ്പിന്റെ പിന്നിലിരിക്കുന്ന അവൾ പുറത്തേക്ക് നോക്കിയപ്പോൾ തേയിലച്ചെടികളും അവയ്ക്ക് തണൽ നൽകുന്ന വൃക്ഷങ്ങളും ഒരു മങ്ങിയ നിഴൽ പോലെ പിന്നോട്ട് അകന്നു പോകുന്നത് പോലെ തോന്നി. ജീപ്പ് മുന്നോട്ട് പോയപ്പോൾ ഇൻസ്പെക്ടർ ഇടയ്ക്കിടെ പിന്നോട്ട് തിരിഞ്ഞ് പൊന്നിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളും അവളുടെ കൂടെ ഇരിക്കുന്ന വൃദ്ധയും ജീപ്പിന്റെ ആട്ടത്തിനൊത്ത് ചലിക്കുന്നത് അദ്ദേഹം കണ്ടു. പെട്ടെന്ന് ജീപ്പ് ബ്രേക്ക് ഇട്ടതും മുന്നോട്ടാഞ്ഞ് പുറത്തേക്ക് വീഴാതെ പിടിച്ചതും ഒപ്പമായിരുന്നു. ഹലോ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. ജീപ്പ് നിർത്തിയ ഉടനെ ഇൻസ്പെക്ടർ താഴെ ഇറങ്ങി കൈ നീട്ടിക്കൊണ്ട് മുന്നോട്ട് ചെന്നു. ഹലോ രവി, താനെവിടെ? ഒന്നും പറയണ്ട. ഉണ്ണി എന്താ തേയിലക്കാട്ടിലൂടെ നടക്കുന്നത്? അതൊക്കെ പിന്നെ പറയാം. ഇങ്ങോട്ടൊരു പോലീസ് ജീപ്പ് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞു. പക്ഷേ അത് താനായിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്താ പ്രശ്നം? എസ്റ്റേറ്റിലെ ഒരു കങ്കാണി ആരോ കൊന്നു, ഇൻസ്പെക്ടർ പറഞ്ഞു. അതിനാണോ ഈ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നത്? അവരെ സംശയമുണ്ടെന്ന് എസ്റ്റേറ്റ് ഉടമ പറഞ്ഞു. ആര്? അമ്മായിയോ? എസ്റ്റേറ്റ് ഉടമ തൻ്റെ അമ്മായിയാണോ? രവി, എസ്റ്റേറ്റിന്റെ പകുതി ഉടമസ്ഥൻ ഞാനും കൂടിയാണ്. കുറെ വ്യക്തമാക്കിയാൽ ഞാൻ തന്നെയാ. സത്യം പറയാമല്ലോ, മരിച്ച രാമയ്യൻ മുഴുക്കുടിയനാ. ഈ സ്ത്രീകൾ അയാളെ കൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൻ്റെ അമ്മായി അങ്ങനെ പറഞ്ഞു എങ്കിൽ ഞാനൊന്ന് പറയാം. അമ്മായി അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനത് അല്ലെന്ന് പറയുന്നു. താൻ ആര് പറയുന്നതാ കേൾക്കുക? സംശയമുണ്ടോ? ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഞാൻ കേൾക്കും, അത്ര തന്നെ. എങ്കിലൊരു കാര്യം ചെയ്യ്. എല്ലാറ്റിനും ചില ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ. താൻ എൻ്റെ കൂടെ സ്റ്റേഷൻ വരെ വരണം. തൻ്റെ ജാമ്യത്തിൽ ഇവരെ വിട്ടുതരാം. അതല്ലേ നല്ലത്? തീർച്ചയായും. നിന്റെ ഡ്യൂട്ടിക്ക് ഞാൻ ഒരിക്കലും തെറ്റു പറയില്ല. എങ്കിൽ എൻ്റെ കൂടെ പോര്. ഉണ്ണികൃഷ്ണൻ ജീപ്പിൽ കയറി. ഉണ്ണികൃഷ്ണനും ഇൻസ്പെക്ടർ രവിയും ഹൈസ്കൂളിലും കോളേജിലും ഒന്നിച്ച് പഠിച്ചവരായിരുന്നു. പിരിഞ്ഞിരുന്ന കാലത്തെ കാര്യങ്ങളും കോളേജിലും മറ്റും പഠിച്ചപ്പോഴുണ്ടായ രസകരമായ സംഭവങ്ങളും പറഞ്ഞു തീർന്നപ്പോൾ ജീപ്പ് പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി. ആ സ്ത്രീകളെ അങ്ങോട്ട് മാറ്റി നിർത്ത്, ഇൻസ്പെക്ടർ പോലീസുകാരനോട് പറഞ്ഞു. ഉണ്ണി എന്നാണ് എസ്റ്റേറ്റിൽ വന്നത്? ഒന്നും പറയണ്ട, ഞാൻ ഇന്നലെയാണ് വന്നത്. അച്ഛൻ്റെ ബിസിനസ് കാര്യം നോക്കി ബോറടിച്ചപ്പോൾ കുറേ കാലം എസ്റ്റേറ്റിൽ കഴിഞ്ഞുകൂടാമെന്ന് തോന്നി. അച്ഛൻ്റെ കൂടി വകയാണ് എസ്റ്റേറ്റ്. അവിടെ കൂടാൻ പറ്റിയ സ്ഥലങ്ങൾ വല്ലതുമുണ്ടോ? പിന്നില്ലേ, ഔട്ട് ഹൗസ് ഉണ്ട്. തിന്നാൻ ഒന്നാന്തരം കാട്ടിറച്ചിയും കിട്ടും. എങ്കിൽ ഇടയ്ക്കൊക്കെ ഞാൻ വരാം. തീർച്ചയായും വരണം. ഇത്രയും ചെന്ന സ്ഥിതിക്ക് പ്രേതം പോസ്റ്റ്മോർട്ടം ചെയ്യാം. എങ്ങനെയാടി പെണ്ണെ നിന്റെ അച്ഛൻ വീട്ടിൽ വന്നത്? ഇങ്ങോട്ട് മാറി നിന്ന് പറ. അവൾ അടുത്തേക്ക് വന്നു. അവളെ ശ്രദ്ധിച്ചു കൊണ്ടു നിന്ന പോലീസുകാരുടെ മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കി. നിങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്ക്, ഇവൾക്ക് എന്തോ പറയാനുണ്ടെന്ന്. നിന്റെ അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ കുടിച്ചിരുന്നോ? കുടിച്ചിരുന്നു സർ. പിന്നെ എന്തുണ്ടായി സർ? ഞാൻ കിടക്കുകയായിരുന്നു. എന്നെ പിടിച്ച് പൊക്കാൻ ശ്രമിച്ചു. ചുമ്മാ നുണ പറയാതെടി. ശരിയാണ് സർ. ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണന്റെ നേരെ നോക്കി. അയാളുടെ മുഖത്ത് യാതൊരു അത്ഭുതഭാവവും കണ്ടില്ല. ഇവൾ പറയുന്നത് കേട്ടോ ഉണ്ണി? പറയട്ടെ. എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. വീണ്ടും അവൾ ആവർത്തിച്ചു. എങ്ങനെ?
എന്നെ കയറി പിടിച്ചു. അപ്പോൾ നീ എന്ത് ചെയ്തു? ഞാൻ പിടിച്ചു തള്ളി. അപ്പോൾ വീണു അല്ലേ? വീണു. ഇവൾ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? രവി ഉണ്ണികൃഷ്ണനോട് ചോദിച്ചു. എനിക്കറിയാവുന്ന ഒരു രഹസ്യം ഞാൻ പറയാം. മരിച്ച രാമയ്യൻ ഈ പെണ്ണിൻ്റെ അച്ഛനല്ല. അത് ഈ പെണ്ണിന് പോലും അറിയാൻ പാടില്ല. അതെങ്ങനെ? എങ്ങനെയോ ഗർഭിണിയായ ഇവളുടെ അമ്മയെ എൻ്റെ അമ്മായിയും മറ്റു ചില റൗഡികളും കൂടി രാമയ്യൻ്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു. ഇവളെ പ്രസവിച്ചു കഴിഞ്ഞ് ആ സ്ത്രീ മരിച്ചു. ഇവക്ക് 17 വയസ്സായപ്പോൾ കള്ളു കുടിക്കാൻ വേണ്ടി ഒരു കുടിയനെ കൊണ്ട് ഇവളെ കെട്ടിച്ചു. അയാളെ ആരോ കുത്തിക്കൊന്നു. വഴക്ക് പിടിച്ചതാണെന്ന് പറയപ്പെടുന്നു. അതിനുശേഷം പിന്നെയും കെട്ടിച്ചു. അയാൾ എസ്റ്റേറ്റിലെങ്ങാണ്ട് ചത്തു കിടന്നു. ആ നിലയ്ക്ക് രാമയ്യൻ ഇവളെ ആക്രമിച്ചെന്ന് പറയുന്നത് ശരിയായിരിക്കുമല്ലോ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ കുട്ടിയെ രക്ഷിക്കുന്നതിൽ തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. സത്യത്തിൽ ഈ കുട്ടി നിരപരാധിയാണ്. ഇവക്ക് ഒരപകടവും ഉണ്ടാകാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർ മരണം ഒരു കൊലപാതകമാണെന്ന് റിപ്പോർട്ട് ചെയ്യരുത്. ചെയ്താൽ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് താൻ അയാളെ ഒന്ന് കണ്ടുകളാം. ശരി സാർ, ഞാൻ കാണാം. ആരാണ് ഡോക്ടർ? ഡോക്ടർ ബാലചന്ദ്രൻ. നമുക്കൊന്ന് കണ്ടുകളയാം. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കാര്യം? ഇവർ പൊയ്ക്കോട്ടെ. കണ്ണമ്മയ്ക്ക് വഴി അറിയുമോ എസ്റ്റേറ്റിൽ പോകാൻ? ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. ഇല്ല സർ. എടോ കൃഷ്ണൻകുട്ടി, താനിവരെ ഹെവൻ വാലി എസ്റ്റേറ്റിലേക്കുള്ള ബസ് കയറ്റി വിടണം. നിങ്ങൾ പൊയ്ക്കോളൂ, ഇൻസ്പെക്ടർ പറഞ്ഞു. മറ്റൊരു ജന്മം കിട്ടിയതുപോലെ കണ്ണമ്മാളും പൊന്നിയും ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. എടോ ഉണ്ണികൃഷ്ണ, താനും എസ്റ്റേറ്റിലെ മുതലാളിയാണെന്നല്ലേ പറഞ്ഞത്? എന്താ, തനിക്ക് വല്ല സംശയമുണ്ടോ? അതൊന്നുമല്ലടോ. ആ പെണ്ണ് നിന്റെ തോട്ടത്തിലെ ലേബറല്ലേ? അതെ. എന്താ? താൻ ആൾ ഭാഗ്യവാനാ. സാധനം തരക്കേടില്ലല്ലോടോ. നിന്റെ പഴയ സ്വഭാവത്തിന് ഇതുവരെ മാറ്റമൊന്നും വന്നിട്ടില്ലേ? ഉണ്ണികൃഷ്ണൻ ഇൻസ്പെക്ടറോട് ചോദിച്ചു. എടോ, ഞങ്ങളുടെയൊക്കെ പിന്നാലെ പത്രക്കാർ ഫോട്ടോഗ്രാഫറെയും കൊണ്ട് നടക്കുക. എന്തെങ്കിലും കണ്ടാൽ മതി, പിറ്റേന്ന് വെണ്ടയ്ക്കാ. താനൊക്കെ ഭാഗ്യവാന്മാരല്ലേ? സത്യം പറയാമല്ലോ രവി, ആ പെണ്ണിൻ്റെ ജീവിതം ഒരു ട്രാജഡിയാ. അവളെക്കുറിച്ചുള്ള കഥ കേട്ടപ്പോൾ എനിക്കൊരു സിമ്പതി തോന്നി. മാത്രമല്ല, എൻ്റെ അമ്മായിക്ക് ആ പെണ്ണിനോട് എന്തോ വൈരാഗ്യമുണ്ട്. അതൊക്കെ നിന്റെ തോന്നലായിരിക്കും. വർത്തമാനം പറഞ്ഞിരുന്നു പോയി. നിനക്കൊരു ചായ തരാൻ പോലും കഴിഞ്ഞില്ലല്ലോ. ശങ്കരപിള്ളേ, 2 ചായ. വേണ്ട, സമയം ഒരുപാടായി, ഞാൻ പോട്ടെ. പിന്നെ താൻ എപ്പോഴാ വരുന്നത്? ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. എന്തെങ്കിലും കിട്ടിയാ ഒന്ന് വിളിച്ചാൽ മതി. വേട്ടയ്ക്ക് പോയാൽ കിട്ടാത്ത ദിവസമുണ്ടാവില്ല. ഒരു കേഴയാടെങ്കിലും തീർച്ചയാണ്. ശരി, ഞാൻ വരാം. ഇൻസ്പെക്ടറും ഉണ്ണികൃഷ്ണനും എഴുന്നേറ്റു. രവി ജീപ്പ് ഡ്രൈവ് ചെയ്തു. എസ്റ്റേറ്റിലേക്ക് ജീപ്പ് വീണ്ടും വന്നപ്പോൾ ജഗദമ്മ അമ്മായിക്ക് കാര്യം മനസ്സിലായില്ല. പക്ഷെ ബംഗ്ലാവിലേക്ക് ജീപ്പ് വരുന്നത് കണ്ടപ്പോൾ അവരൊന്ന് പതറി. ഗേറ്റിനടുത്തായി ജീപ്പ് നിന്നു. ഉണ്ണികൃഷ്ണൻ ജീപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ജീപ്പ് പോവുകയും ചെയ്തു. ഉണ്ണി എവിടെ പോയി? അമ്മായി ചോദിച്ചു. ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോയി. എന്തിന്? ആ പെണ്ണിനെയും കണ്ണമ്മാളെയും വിടുവിക്കാൻ. നിനക്കെന്താ കാര്യം? എനിക്കോ? ഈ എസ്റ്റേറ്റിലെ 2 തൊഴിലാളികളെ രക്ഷിക്കേണ്ട ചുമതല എനിക്കില്ലേ? അതിന് നീ ആരാ? ഞാൻ ആരാണെന്ന് അമ്മായി എൻ്റെ അച്ഛനോട് ചോദിച്ചു നോക്കണം. ഉണ്ണികൃഷ്ണൻ അകത്തേക്ക് കയറിപ്പോയി. ജഗദമ്മ ഓർക്കാപ്പുറത്ത് അടിയേറ്റതുപോലെ നിന്നു. ഇന്ന് വരെ ആരും തന്നോട് പറയാത്ത രീതിയാണ് ഉണ്ണികൃഷ്ണനിൽ നിന്നും അവർക്ക് അനുഭവപ്പെട്ടത്. അമ്മായിയോട് അവൻ എതിർത്ത് സംസാരിച്ചിരിക്കുന്നു. അവൻ ആരാണെന്ന് അറിയണമെങ്കിൽ അവൻ്റെ അച്ഛനോട് ചോദിക്കണം പോലും. പ്രഗത്ഭരായ തൊഴിലാളി നേതാക്കന്മാർ പോലും ഇന്ന് വരെ അവരുടെ നേരെ നിന്ന് സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ അതും സംഭവിച്ചിരിക്കുന്നു. തൻ്റെ സഹോദരൻ്റെ പുത്രൻ മുഖത്തടിച്ചതുപോലെ അവരോട് സംസാരിച്ചിരിക്കുന്നു. അതേസമയം ഇന്ന് വരെ അവരുടെ മനസ്സിലുണ്ടാകാത്ത ഒരു പുതിയ വിചാരം അവരെ കീഴടക്കുകയും ചെയ്തു. ഇത്ര കാലമായിട്ടും എസ്റ്റേറ്റിനെ സംബന്ധിച്ച് അവകാശം പറയുവാൻ മറ്റാരും തന്നെ വന്നിട്ടില്ല. താൻ ചക്രവർത്തിനിയായി വാഴുകയായിരുന്നു. 100 കണക്കിന് തൊഴിലാളികളും അതുപോലെ ഫാക്ടറി ജീവനക്കാരും അവരുടെ പേരു കേട്ടാൽ ഭയക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഫാക്ടറി ജീവനക്കാരിൽ പലരും പ്രായമുള്ളവരായിരുന്നു. ജോലി നഷ്ടപ്പെട്ടാൽ മറ്റൊരിടത്ത് കിട്ടാനുള്ള സാധ്യത അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് അവർ എല്ലാവരും തന്നെ ജഗദമ്മ അമ്മായിയെ ഭയന്നാണ് കഴിഞ്ഞിരുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് എസ്റ്റേറ്റിൻ്റെ അവകാശത്തെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ പറഞ്ഞതിലാണ്. സത്യത്തിൽ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ശരിയല്ലേ? നിയമപ്രകാരം എസ്റ്റേറ്റിൻ്റെ അവകാശം ഉണ്ണികൃഷ്ണൻ്റെ അച്ഛനാണ്. ജഗദമ്മയ്ക്ക് വൻതുക സ്ത്രീധനം കൊടുക്കുകയും അമ്മയ്ക്കുണ്ടായിരുന്ന ആഭരണങ്ങൾ മുഴുവനും അവർക്ക് നൽകുകയും ചെയ്തു. ആ നിലയ്ക്ക് എസ്റ്റേറ്റിൻ്റെ പൂർണ്ണ അവകാശം
നിയമപ്രകാരം ഉണ്ണികൃഷ്ണന്റെ അച്ഛനുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ വന്നപ്പോൾ തന്നെ അല്പം ഇടംപിരിക്കാരനായിട്ടാണ് കണ്ടത്. തന്റെ ചൊൽപ്പടിക്ക് അയാൾ നിൽക്കുമെന്നാണ് ധരിച്ചത്. പക്ഷേ വന്നപ്പോൾ തന്നെ സംസാരിക്കുന്നത് തനിക്കെതിരായിട്ടാണ്. ഈ നിലയ്ക്ക് പോയാൽ സംഗതി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവസ്ഥയിൽ ചെന്നെത്തുമെന്ന് അവർക്ക് തോന്നി. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായി നാളെ കാണാം. നന്ദി.